ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 72ാമത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം ഇതുവരെ പഠിച്ചതൊന്നും പ്രധാനപ്പെട്ടതല്ലേ എന്ന് ചോദിച്ചാൽ ഇതുവരെ പഠിച്ചതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് മുതൽ നമുക്ക് പഠിക്കേണ്ടത്. അത് മറ്റൊന്നുമല്ല, ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായ വെർബിനെ കുറിച്ചാണ്. വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ എന്നാണ് അർത്ഥം. നമ്മുടെ ഈ ക്ലാസ് തുടങ്ങി 2-3 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ വെർബ് എന്താണ് എന്ന് മാഷ് അന്ന് പറഞ്ഞതാണ്. ഇന്നിപ്പോൾ ഇത് 72ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയും ഗ്യാപ്പിൽ എന്താണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് പുതിയൊരു ഭാഗത്തേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നത് എന്ന് മാഷ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒരു ഐഡിയ ആകേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, ഇത് തൃശ്ശൂരിലെ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സകല മലയാളികളെ ഇംഗ്ലീഷ് സംസാരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് മാഷെടുക്കുന്ന ഒരു ക്ലാസ്സാണിത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത്. നിലവിൽ യൂട്യൂബിൽ ലഭ്യമായ യാതൊരു ക്ലാസ്സും ഇതുപോലെ അല്ല. ഒന്നില്ലെങ്കിൽ പാർട്സ് ഓഫ് സ്പീച്ച് മുതൽ അല്ലെങ്കിൽ ടെൻസ് മുതലൊക്കെയാണ് അത്തരം ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ കാര്യം. അക്ഷരമാല മുതൽ തുടങ്ങിയ ക്ലാസ് ഇംഗ്ലീഷിൻ്റെ എല്ലാ ബാലപാഠങ്ങളും കൃത്യമായിട്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഈ ക്ലാസ് ഇതിൻ്റെ ശൈശവ ദശയിൽ തന്നെ നിൽക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു മേഖലയിലേക്ക് അടിയന്തരമായി പ്രവേശിക്കേണ്ട സമയമായിട്ടുണ്ട്. അതിനു മുമ്പ് ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഈ മാഷി ചാനൽ തുടങ്ങിയിട്ട് 1.5 വർഷം ആകാനാണ് പോണത്. നിങ്ങൾ കുറേ പേര് ഇതിൻ്റെ ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥികളായിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, തൃശ്ശൂർ ടൗണിലേക്ക് അല്ലെങ്കിൽ ആയിരക്കണക്കിന് മനുഷ്യർ റോട്ടിക്കിടന്ന് അതിലൊക്കെ നടക്കുന്നുണ്ടായിരിക്കും ഇല്ലേ. ഇവരൊക്കെ പല പല കാര്യങ്ങൾക്ക് വരുന്നതാണ്. അവരൊക്കെ മലയാളം ഉപയോഗിച്ചിട്ടാണ് അവരുടെ കാര്യങ്ങൾ നടത്തുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കേണ്ട യാതൊരു കാര്യം അവിടെ ഇല്ല. അപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാരാ? വളരെ കുറച്ച് ആളുകൾ. അത് ചെറുപ്പം മുതലേ വലിയൊരു ആഗ്രഹമായിട്ട് കൊണ്ടു നടക്കുന്ന ചില ആളുകളും, പിന്നെ ജോലി സംബന്ധമായോ മറ്റുമൊക്കെ ഇംഗ്ലീഷ് അത്യാവശ്യമുള്ള വളരെ കുറച്ച് പേര് മാത്രമേ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും എല്ലാ ദിവസവും മലയാളം ഉപയോഗിച്ച് ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാവരോട് ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ക്ലാസ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു കടമ ഈ ക്ലാസ്സിൻ്റെ ഇഷ്ടക്കാരായ ആരാധകരായ നിങ്ങൾക്കുണ്ട്. അപ്പോൾ മാഷ് 1.5 വർഷമായിട്ട് ഇതിന് പിന്നാലെ നിൽക്കുകയാണ്. മാഷ് സന്തോഷം കിട്ടാനും മാഷക്ക് ഒരു സാമ്പത്തിക ഒരു നേട്ടമുണ്ടാകാനും ഈ ക്ലാസ് നിരാശപ്പെടാണ്ട് ഇത് തുടർച്ചയായിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള അതിമനോഹരമായ ഭാഗങ്ങളിലേക്ക് എത്താനും മാഷയും കൂടി ഒന്ന് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളിതിൽ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കേൾക്കുന്നവരെന്ത് ചെയ്യണം? നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുകയും, അല്ലെങ്കിൽ ക്ലാസ് യൂട്യൂബിലുണ്ടെന്ന് അവരിത് ഫോൺ ചെയ്ത് പറയുകയും, അങ്ങനെ ഒരുപാട് ആവശ്യക്കാരായ മലയാളികളുടെ ഇടയിലേക്ക് ഈ ക്ലാസ് എത്താൻ വേണ്ടി നിങ്ങളെല്ലാവരും ഇന്ന് മുതൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം. ഒരുപാട് പേര് ഈ ക്ലാസ് അറിയാനും ആസ്വദിക്കാനും ഇടവരണം.
കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ കൊല്ലത്ത് നിന്ന് ഒരു 62 വയസ്സുള്ള ചേട്ടൻ, ഞാൻ പേരൊന്നും പറയുന്നില്ല, എന്നോട് ഈ ക്ലാസ്സിൻ്റെ നോട്ട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചു. നോട്ട് അപ്പോൾ നോട്ട് ഇങ്ങനെ പുസ്തക രൂപത്തിൽ എങ്ങനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയാനാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ നോട്ട്സ് എല്ലാം മാഷ് തലമുണ്ടയിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് പുസ്തകമായിട്ട് അടിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഓരോ ക്ലാസ് കേട്ടിട്ട് ഞാൻ പറയുന്ന മലയാളമല്ലേ, ആ മലയാളം അങ്ങനെ തന്നെ എഴുതിണ്ടാക്കിയാൽ മതി. എന്നിട്ട് അതിൻ്റെ താഴെ എന്താണ് അതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ പറയുന്ന എഴുതിണ്ടാക്കിയാൽ എൻ്റെ നോട്ട് ഉണ്ടാക്കാമെന്ന് കേസുള്ളൂ. അങ്ങനെ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ അയച്ച ഒരു മെസ്സേജ് ഒരു 1.5 മെസ്സേജ് ആയിപ്പോയി. അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് ആ മെസ്സേജ് ഏകദേശം 66ാമത്തെ എപ്പിസോഡിലാണ് വന്നേക്കുന്നത്. ഈ ഇന്ത്യയെ പോലെ ഇംഗ്ലീഷ് മാതൃഭാഷ അല്ലാത്ത രാജ്യങ്ങളിൽ, ഇന്ത്യയെ പോലുള്ള ഇംഗ്ലീഷ് മാതൃഭാഷ അല്ലാത്തൊരു രാജ്യത്ത് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ക്ലാസ്സാണ് തൃശ്ശൂർ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്ലാസ് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സാണ് നമ്മുടെ തൃശ്ശൂരത്തെ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്ലാസ് ആണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പറയാൻ കാരണം. അപ്പോൾ പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ പുള്ളി ആ ഭയങ്കര ഇംഗ്ലീഷ് പഠിക്കാനുള്ള ആഗ്രഹം കാരണം ഒരുപാട് ചാനലുകൾ എന്താണ് പുള്ളി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒരു തരത്തിൽ എന്താണ് പുള്ളിയെ തൃപ്തിപ്പെടുത്തുന്ന ക്ലാസ് ലഭിച്ചില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ട് ലഭിച്ചത്. അതുകൊണ്ട് ബാക്കിയെല്ലാം എന്താണ് അൺസബ്സ്ക്രൈബ് ചെയ്ത് കളഞ്ഞു എന്നും കൂടി എന്നോട് പറയണ്ടായെന്ന് അർത്ഥം കണ്ട. അതുപോലെ ഒരുപാട് പേര് കമന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറെ ആളുകൾ ഈ കമന്റുകൾ നോക്കിയിട്ടാണ് ഇത്തരം ക്ലാസ്സുകൾ കേൾക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ കാര്യം എന്ത് ചെയ്യണം, ഇത് മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം, ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അയക്കാൻ നിങ്ങൾ മറക്കരുത്. ആരും എന്നോട് സംശയമൊന്നും ചോദിക്കുന്നില്ല. അത് ഈ ക്ലാസ്സിന്റെ പ്രത്യേകതയാണ്. യാതൊരു സംശയം ഒരാൾക്കും ഉണ്ടാകാത്ത പോലെ വിസ്തരിച്ച് ക്ലാസ് എടുക്കുന്നത് കൊണ്ടാണ് ഈ സംശയം ചോദിക്കേണ്ടി വരാത്തത്. മാഷ് തൃശ്ശൂർ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കുട്ടികളും എന്താണ് കൗതുകത്തോടെ ക്ലാസ് ഓരോന്നിനു വേണ്ടി കാത്തിരിക്കുന്നു. ഒരാൾക്കൊരു സംശയമില്ല. കാരണം എന്താണ്, അത്ര വിസ്തരിച്ചത് പറയുന്നുണ്ടെന്നാണ് അവരൊക്കെ സാക്ഷ്യപ്പെടുത്തിയത്. അതുപോലെ തന്നെയായിരിക്കും നിങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. ഞാൻ ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അല്ലേ, ക്രിയകളുടെ കുടുംബചരിത്രം എന്നൊക്കെ. അത് നമുക്ക് കുറച്ച് ക്ലാസ് കഴിഞ്ഞിട്ടാണ് വരിക എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾക്ക് പലർക്കും അത് അറിയാൻ പറ്റും. ഇനി നമുക്ക് ക്രിയകളുടെ കുടുംബചരിത്രം പറയാതെ ഈ ക്ലാസ്സിന് മുന്നോട്ട് പോകില്ല. ആ ഒരു ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കുക, എന്തുകൊണ്ടാണ് ഇനി പുതിയൊരു ഭാഗത്തേക്ക് പ്രവേശിക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മാർക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നടന്നത്. ഇതാണ് ബോർഡ് നിറച്ച് എഴുതിയിട്ടിരിക്കുകയാണ് അല്ലേ. ഇവിടെ ഏറ്റവും ഉള്ളവരാണ് വെർബ്, ക്രിയ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. എന്താ ക്രിയ എന്ന് നമുക്ക് പണ്ട് അറിയാം അല്ലേ. ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയ. ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുക, ഒരു ആക്ഷൻ സൂചിപ്പിക്കുക എന്നർത്ഥം. എന്താണ് പ്രവൃത്തി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്നുകൂടെ എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കുക, ഓടുക, അതിന് പ്രവൃത്തിയല്ലേ. ഓടുക എന്നൊരു പ്രവൃത്തിയല്ലേ. അതിന് ഇംഗ്ലീഷ് എന്താ, റൺ. വേണ്ട. അതുപോലെ തന്നെ തിന്നുക, നമ്മൾ തിന്നല് ഒരു പ്രവൃത്തിയല്ലേ. അതിന് ഇംഗ്ലീഷ് എന്താണ്, ഈറ്റ് അല്ലേ. പാടുക, അതൊരു പ്രവൃത്തിയാണല്ലോ. അതിന് ഇംഗ്ലീഷാണ് എന്ത്, സിങ്. ഉറങ്ങുക, അതൊരു പ്രവൃത്തിയാണല്ലോ. അതിനുള്ള ഇംഗ്ലീഷാണ് എന്ത്, സ്ലീപ്പ് അല്ലേ. ഇങ്ങനെയുള്ള ക്രിയകള് ഒന്നും തന്നെ ഇത്രയും എപ്പിസോഡുകൾ പിന്നിട്ടിട്ടും ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. അതിന് മാഷുണ്ടാക്കുന്ന ഒറ്റ വാചകത്തിലും ഇത്രയും 71 എപ്പിസോഡ് കഴിഞ്ഞ് നിൽക്കുന്ന ഈ ക്ലാസ്സിൽ വെച്ച് ഞാൻ പറയുകയാണ്, ഇത്ര എപ്പിസോഡായിട്ടും ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായ ഈ കാണുന്ന രൂപത്തിലുള്ള ക്രിയകളെ കുറിച്ച് ഒറ്റ വാചകവും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എത്ര ടെക്നിക്കലായിട്ടാണ് ഈ ക്ലാസ് പ്ലാൻ ചെയ്തേക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കണ്ട, ഇത്രയും ക്ലാസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയാണ് അതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്.
അപ്പൊ ഇത്രയും നാൾ പറഞ്ഞു കൂട്ടിയത് എന്താണ്? ഇത്രയും എപ്പിസോഡുകൾ പറയാനൊരു വിശേഷം വേണമല്ലോ. അത് നമ്മൾ പറഞ്ഞ് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് നോക്കുക. അപ്പൊ ഇനി ഈ ക്രിയകളെ കുറിച്ച് പറയേണ്ട സമയമായിട്ടുണ്ട് നടത്തും. ഇത് ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലൊരു ഗവേഷണ സ്ഥാപനമാണ് ഇത്. ഇവിടെ ഇംഗ്ലീഷ് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകണ പോലെ എങ്ങനെ പഠിപ്പിച്ചാലാണ് മനുഷ്യന്റെ തലമണ്ടയിൽ കയറുക എന്നും അവര് നാവിൽ ഇംഗ്ലീഷ് എന്താണ് യാതൊരു തടസ്സവുമില്ലാതെ കാണാപ്പാടം പഠിപ്പിക്കാതെ എങ്ങനെ നാവിലൂടെ പുറത്തു വരുമെന്ന് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചിരുന്ന ടെക്നിക്കാണ് എന്ത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ മാഷ് കണ്ടെത്തിയിരിക്കുന്ന ഈ ടെക്നിക്കിലൂടെ നിങ്ങൾ ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും. ഒറ്റ പോരായ്മ ഞാൻ നോക്കിയിട്ടുള്ളൂ, ഈ ക്ലാസ് മാഷ് പറഞ്ഞിട്ട് വേണ്ടതിലെത്താൻ. അതുകൊണ്ട് നിങ്ങൾ പലരും ഭയങ്കര ധൃതി പിടിച്ചിരിക്കുകയാണ് അതിന്റെ ബാക്കി കേൾക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ ധൃതി പിടിക്കരുത്. ഇതിന്റെ ആ ഋതത്തിൽ അതിന്റെ താളത്തില് മുന്നോട്ട് പോയാൽ മാത്രമേ ഭംഗിയിലത് വരികയുള്ളൂ. മാത്രമല്ല മാഷ് ആദ്യത്തെ ക്ലാസ്സുകളിൽ വീണ്ടും വീണ്ടും നിങ്ങൾ കേട്ട് അതിലെന്ത് ചെയ്യണം, നല്ല ഫ്ലുവൻസി നിങ്ങൾ നേടിയെടുക്കണം. നേരത്തെ എടുത്ത ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ, അത് ഇങ്ങനെ വീണ്ടും വീണ്ടും കേൾക്കണം. നിങ്ങൾ ഈസ് പോലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് എന്താണ് കേട്ട് പലജാതി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വാചകങ്ങൾ തിരിച്ചും മറിച്ചും എന്താണ് യാതൊരു തടസ്സമില്ലാതെ പറയുന്ന പോലെ എന്താണ് നിങ്ങളായി മാറിക്കൊണ്ടിരിക്കണം കേട്ടോ. മാഷിങ്ങനെ പതുക്കെ മുന്നോട്ട് പോകും. പഴയത് ഇങ്ങനെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് വരാം കേട്ടോ. ഇങ്ങോട്ട് നോക്കുക. നമ്മുടെ ഈ ക്രിയ എന്ന് പറയുന്ന ഈ ചങ്ങാതിനെ ക്രിയകളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. 2 തരം ക്രിയകളാണുള്ളത്. നമുക്ക് വെർബുകളെ രണ്ടാക്കി തിരിച്ചിരിക്കുന്നു. എന്താണ് മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ പ്രധാന ക്രിയകൾ. രണ്ടാമത്തെ ഭാഗത്തിനെ ഓക്സിലറി വെർബ് എന്ന് വിളിക്കും, സഹായ ക്രിയകൾ. ഇതിന് മറ്റൊരു പേരുണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ, നമ്മൾ പറഞ്ഞത് ഹെൽപ്പിംഗ് വെർബ്സ് ഉണ്ട്. ഈ സഹായ ക്രിയകളും മെയിൻ വെർബുകളും എന്നീ 2 വിഭാഗമായിട്ട് ക്രിയകളെ തിരിച്ചിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്ലാസ് ആണല്ലോ, എല്ലാം ഭംഗിയായിട്ട് പറഞ്ഞു തരാ എന്നുള്ള മാഷിന് ഉത്തരവാദിത്തമാണ് കേട്ടോ. അവിടെ മാഷിന് ഭംഗിയായിട്ട് പറയുമ്പോൾ നമുക്ക് ബോറടിക്കരുതെന്ന് മാഷ് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പൊ ക്രിയകൾ 2 തരം, പ്രധാന ക്രിയകളും സഹായ ക്രിയകളും. ഈ സഹായ ക്രിയകളാകെ 24 പേരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എന്നാൽ ഈ പ്രധാന ക്രിയകൾ എന്ന് പറഞ്ഞാൽ റൺ, ഈറ്റ്, സിങ്, സ്ലിപ്പ് തുടങ്ങിയ ക്രിയകൾ 100 കണക്കിനുണ്ട്. മനസ്സിലായോ? 100 കണക്കിന് ക്രിയകളുണ്ട്. അതെന്തുകൊണ്ടാണ് പ്രധാന ക്രിയ എന്നൊക്കെ പറയുന്നത് അടുത്ത ക്ലാസ്സുകളിലൊക്കെ വരും അത്രയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇപ്പൊ എന്തുകൊണ്ട് പ്രധാന ക്രിയ എന്ന് മാഷ് പറയാത്തതെന്ന് വെച്ചാൽ അടുത്ത ക്ലാസ്സിലൊക്കെ അതാണ് അതിന്റെ ടോപ്പിക്. ഓക്കെ. ഇങ്ങനെയുള്ള റണ്ണ്, ഈറ്റ്, സിങ്, സ്ലീപ്പ്, ജമ്പ്, വാക്ക്, ഡ്രിങ്ക്, കില്ല്, സേവ് അല്ലേ, ഇങ്ങനെയുള്ള ക്രിയകളൊക്കെ പറയുകയാണെങ്കിൽ 100 കണക്കിന് ക്രിയകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഈസ് ഉപയോഗിച്ച് തന്നെ കോടിക്കണക്കിന് ഇംഗ്ലീഷ് വാചകം പറയാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇംഗ്ലീഷ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ത് ഈ ഈസ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ച് അല്ലെ ഹാസ് എന്നൊരു വാക്ക് ഉപയോഗിച്ച് കോടിക്കണക്കിന് ഇംഗ്ലീഷ് വാചകം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഈ പ്രധാന ക്രിയകളെ റണ്ണോ, ഈറ്റോ, സിങ് ഇതൊക്കെ ഓരോ ക്രിയ ഉപയോഗിച്ചും കോടാനുകോടി ഇംഗ്ലീഷ് വാചകം ഉണ്ടാക്കാൻ പറ്റും. റൈറ്റ് ഉപയോഗിച്ച്, റീഡ് ഉപയോഗിച്ച്, ജമ്പ് ഉപയോഗിച്ച്, സ്ലീപ്പ് ഉപയോഗിച്ച്, സ്ലീപ്പ് എന്ന ക്രിയ ഉപയോഗിച്ച് കോടിക്കണക്കിന് ഇംഗ്ലീഷ് വാചകങ്ങൾ അത് പറ്റും. ഇനി അത് പറ്റില്ല എന്ന് വേറെയുള്ളവരും പറഞ്ഞു, നിങ്ങൾ പറയില്ല എനിക്കറിയാം, കാരണം നമ്മുടെ ആദ്യത്തെ ഭാഗത്ത് അതെല്ലാം തെളിഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ഇനിയുണ്ടോ? അപ്പൊ രണ്ടാണെന്ന് മനസ്സിലായല്ലോ, 2 ഭാഗം. അപ്പം ഈ പ്രധാന ക്രിയകൾ 100 കണക്കിന് ഹൺഡ്രഡ്സ് ഓഫ് ഉണ്ട്. മറ്റെന്താണ് 24 എണ്ണം. നമ്മളിപ്പോൾ ഈ ഭാഗത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുത്തു കഴിഞ്ഞിട്ടുള്ളൂ. ഇങ്ങോട്ട് നമുക്ക് ഈ സഹായക്രിയകള് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ല, അവസ്ഥ സൂചിപ്പിക്കാൻ, ഉടമസ്ഥ സൂചിപ്പിക്കാൻ, കഴിവ് സൂചിപ്പിക്കാൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് 24 സഹായങ്ങൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചു കുറച്ചൊക്കെ അല്ലേ. എന്നാൽ അവസ്ഥകൾ സൂചിപ്പിക്കാൻ, ഉടമസ്ഥ സൂചിപ്പിക്കാൻ, കഴിവുകൾ തുടങ്ങി കുറെ കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് 24 സഹായങ്ങൾ ഉപയോഗിക്കുന്നത്.
അതിൽ തന്നെ പെട്ട ഇവിടെ നമുക്ക് ഒരു 11 പേരെ എന്താണ് പ്രൈമറി ഓക്സിലറി വെർബ് എന്ന് വിളിക്കും. പ്രൈമറി ഓക്സിലറി വെർബ് ഇതൊക്കെ മാഷ് മിസ്സായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആരാണ് ഈ 11 പേര്? ഈസ്, ആറ്, ആമ്, വാസ്, വേർ അല്ല, ഈസ്, ആറാമും അതിന്റെ പാസ്റ്റായ വാസ്, വേറും ഈ 5 പേര് അവസ്ഥകളെ സൂചിപ്പിക്കുന്നു അല്ലേ. ഹി ഈസ് എ ഡോക്ടർ, അവൻ ഡോക്ടർ ആകുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഡോക്ടർ ആകുന്ന അവസ്ഥയിലാന്ന് അർത്ഥം. കണ്ട, ഹി വാസ് എ ഡോക്ടർ എന്ന് പറഞ്ഞാലോ അവൻ ഡോക്ടർ ആയിരുന്നു. അതിന്റെ അർത്ഥം എന്താ? അവൻ ഡോക്ടർ ആയിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. കണ്ട, ആ അവസ്ഥയിലായിരുന്നു. കണ്ട, അവസ്ഥകളെ സൂചിപ്പിക്കാനാണ് ഈ 3, 2, 5 ഉപയോഗിക്കുന്നത്. നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമാണ് there is. ഇത് പോലെ ഉണ്ട് ഈസാറാമ് വരുന്ന കൂട്ടത്തിൽ എന്താണ് there is, there are, there was, there were ഒക്കെ. അതും നമ്മള് ഇതിന്റെ കൂടെ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട വാക്കുകളൊക്കെ ചേർത്ത് പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഹാസ്, ഹാവ്, ഹാഡ് ഉടമസ്ഥയെ സൂചിപ്പിക്കും. നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടെന്നോ ഉണ്ടായിരുന്നു എന്നുള്ള ഉടമസ്ഥയെ സൂചിപ്പിക്കാനാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അല്ലെ, ഹാസ്, ഹാവ് പ്രസന്റും ഹാഡ് പാസ്റ്റ് ആണ്. ഇത് ഉപയോഗിച്ച് ഒരുപാട് വാചകങ്ങൾ എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മള് ദേർവാസൊക്കെ അതിലുമായി ബന്ധപ്പെട്ട് അർത്ഥമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ 5, 3, 5, 8മായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ദേറിയസ് തുടങ്ങി അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് ഡു, ഡിഡ്, ഡസ് ഈ 3 ക്രിയകള് ഇപ്പുറത്ത് വരുന്നവരാണ്. അതേസമയം ഇവിടെ അവരെന്താണ് സഹായികളാണ്. ഓക്കെ, അപ്പൊ ഈ 3 ക്രിയകൾ നമ്മൾ എന്താണ് ഈ ഹാസ്, ഹാവ്, ഹാഡിന്റെ നെഗറ്റീവ് ഉണ്ടാക്കാനാണ് ഇവരെ ഉപയോഗിച്ചത് അല്ലേ. ഹി ഹാസ് എ കാർ, അവനൊരു കാറുണ്ട്. ഹാസ് ഉപയോഗിച്ചു. ഇനി കാറില്ല എന്ന് പറയാൻ ഹി ഡസ് നോട്ട് ഹാവ്. കണ്ട, ഈ ഡസ് വരും. ഡിഡ് നോട്ട് ഹാവ്, ഡു നോട്ട്. കണ്ട, അപ്പൊ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി ഈ 3 ക്രിയകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ ഇത്രയും കാലം നമ്മൾ പഠിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ സഹായക്രിയകളിൽ 24 പേരില് പെട്ട ആദ്യത്തെ 15 പേരായ പ്രൈമറി ഓക്സിലറി വെർബായ ഈ 3, 6, എന്താണ് 8, എന്താണ് 11 പേരെ കുറിച്ച് മാത്രമേ ഇത്രയും കാലമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ ഇടയിൽ വന്നിരുന്നവരാണ് എന്താണ് ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസിൽ നിന്ന് വാട്ട് തുടങ്ങി ഒരുപാട് ചോദ്യവാക്കുകൾ വെച്ചുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ there is, there are, there will be, there would be അതെല്ലാം ഒക്കെ ഇതിന്റെ കൂട്ടത്തിൽ വന്നതാണ്. ഓരോ ഭാഗത്തെല്ലാം വിസ്തരിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഓരോന്ന് തീർത്ത് പോവുകയാണ് കേട്ടോ. ഓക്കെ, ഇനി അപ്പൊ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞത് 11 സഹായക്കുകൾ ഉപയോഗിക്കേണ്ട കാര്യം പഠിച്ചു കഴിഞ്ഞു. ഇത്രയും കാലമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഒരു 9 പേര് എന്ന് പറഞ്ഞാല് ഈ സഹായം 24 പേരിൽ 15 ബാക്കി 9 പേര് മോഡൽ ഓക്സിലറി വെർബ് എന്ന് വിളിക്കും. മോഡൽ എന്താണ് വിശദീകരിച്ച് പഠിപ്പിച്ചതിന് മുൻപ് നമുക്ക് ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ് കഴിവുകളെ കുറിച്ചും കഴിവുകള്, സാധ്യത ഇതിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കാനാണ് ഈ ക്രിയകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ എടുക്കേണ്ടത് ഏതാണ്? ക്യാൻ ആണ് അല്ലെ, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി അടുത്ത് ക്യാൻ, കുഡ് ഈ ക്രമത്തിലാണ് എടുക്കേണ്ടത്. ഇനി അപ്പൊ ഈ 9 പേര് സാധ്യത, കഴിവിനെ സൂചിപ്പിക്കുന്ന ക്രിയകളാണ്. ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? സെമി മോഡൽ ഓക്സിലറി വെർബ് ഉണ്ട്, അർദ്ധ മോഡൽ എന്ന് പറയും. അങ്ങനെ 4 പേരുണ്ട്. ഓട്ട് ടു, ഡയർ, നീഡ്, യൂസ് വിളിച്ചു ഒരു 4 പേര്. അപ്പൊ 11, 9, 20, 24 പേരാണ് ഇവര്. ഇതിൽ നമ്മള് 11 പേരെ കുറിച്ചുള്ള പഠനമാണ് പൂർത്തിയാക്കി കഴിഞ്ഞത് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ഇതങ്ങ് തുടർച്ചയായിട്ട് എടുത്തുകൂടെ? ക്യാൻ മുതൽ അങ്ങോട്ട് എടുത്തുകൂടെ? ഇനിയിപ്പോ എന്ത് തടസ്സം? ഇതൊക്കെ തീർത്തിട്ട് ആണോ മാഷ് പ്രദീപമാണ് എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെയാണ് നമ്മുടെ പുതിയ ആവശ്യം വന്നിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 24 പേരും ഓക്സിലറി വെർബ് കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും സഹായക്രിയകൾ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും ഈ ക്രിയകൾ ഈ 11 പേരിൽ എന്താണ് 3, 6 ഈ 8 പേര്, ആദ്യത്തെ 8 പേര് ഈ ലൂഡിനസ് അല്ല, ഈ 8 പേര് വാചകത്തിൽ വരുമ്പോൾ ഒരു വാചകത്തിൽ ഇവര് മാത്രമാണ് ക്രിയയുടെ സ്ഥാനത്തുള്ളതെങ്കിൽ, ഒരു വാചകത്തില് ക്രിയയുടെ സ്ഥാനത്ത് ഇവര് 8 പേരിൽ ആരെങ്കിലുമാണ് ഉള്ളതെങ്കിൽ ആ വാചകത്തിൽ ഇവരുടെ ജോലി സഹായക്രിയയുടെ ജോലിയല്ല. ഇവരവിടെ
പ്രധാന ക്രിയയുടെ ജോലിയാണ് ചെയ്യും. മനസ്സിലായോ? ഹി ഈസ് എ ഡോക്ടർ. ഈ വാചകത്തിൽ ഹി എന്ന് പറയുന്നത് പ്രോനൗൺ ആണ് അല്ലേ? നൗണിൽ പറയുന്നത് ഹി. ഡോക്ടർ എന്നത് നൗൺ ആണ്. എ എന്നതൊരു ആർട്ടിക്കിൾ ആണ്. ഹി എന്നത് സബ്ജക്റ്റ് ആണ്. അതൊരു പ്രോനൗണിൽ പെട്ടൊരു വാക്കാണ്. എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ്. ഡോക്ടർ എന്നൊരു നാമമാണ്. പിന്നെ ഇതിൻ്റെ നടുക്കുള്ള ആളാണ് ഒരു ഈസ്. അപ്പൊ ഈസ് മാത്രമല്ല അവിടെ ഉള്ളോ, വേറെ ക്രിയകളൊന്നുമില്ലല്ലോ. ഈസ് അവിടെ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് അത് ഒരു സഹായക്രിയയിൽപ്പെട്ട ആളാണെങ്കിലും ആ വാചകത്തിൽ ഈസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രധാന ക്രിയയുടെ ജോലിയാണ് ഈസ് അവിടെ ചെയ്യുന്നത്. കണ്ടോ? അതുകൊണ്ട് ഈ സഹായക്രിയകൾ 8 പേരെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് അതുപോലെ ഈ 3 ആൾക്ക് സ്വഭാവം ഉണ്ട് കേട്ടോ. അത് മാഷി ഇപ്പൊ പറഞ്ഞത് കൺഫ്യൂഷൻ വരും. അത് ഇതാണ് യാറമണി. ഇപ്പൊ എന്താണ്, ഹി ഡസ് അവൻ ചെയ്യുന്നു, ഹി ഡിഡ് അവൻ ചെയ്തു. അതുപോലെ എന്താണ്, ഐ ഡു ഞാൻ ചെയ്യുന്നു, ഐ ഡു ഞാൻ ചെയ്യുന്നു, ഹി ഡസ് അവൻ ചെയ്യുന്നു, അല്ലെ ഹി ഡിഡ് അവൻ ചെയ്തു. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. തൽക്കാലം വരെ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പുറത്തെ വിശേഷങ്ങളെ ബന്ധപ്പെടുത്തി ഇവരെ കുറിച്ച് വിസ്തരിച്ച് പഠിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ 8 പേര് ഒരു വാചകത്തിലുണ്ടെങ്കിൽ അവർ മാത്രമുള്ളെങ്കിൽ, ക്രിയയായിട്ട് അവർ മാത്രമുള്ളെങ്കിൽ അവരവിടെ ചെയ്യുന്ന ജോലി പ്രധാന ക്രിയയുടെ ജോലിയാണ് ചെയ്യണത്. അല്ലാണ്ട് സഹായികളുടെ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും അവരവിടെ പ്രധാന ക്രിയയുടെ ജോലിയാണ്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു വീട്ടില് എന്താണ് 2 പെൺമക്കളുള്ളതെന്ന് വിചാരിക്കുക. 2 പെൺമക്കളുള്ളതെന്ന് വിചാരിക്കുക. ആൺമക്കൾ അവിടെ ഇല്ല. അപ്പൊ ആ വീട്ടിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മൂത്ത മകള് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് ആ മൂത്ത മരുമകനാണിക്കും അവിടുത്തെ മകന്റെ എല്ലാ ഉത്തരവാദിത്തവും ചെയ്യുക അല്ലേ? ആലോചിക്കുക. 2 പെൺകുട്ടികളാണ് അവിടെ ഉള്ളത്. ആ 2 പെൺകുട്ടികൾ കല്യാണം കഴിച്ച് 2 ചെക്കന്മാര് വരും. അതിൽ മൂത്തവനായിരിക്കും. അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അവിടെ ആ മകന്റെ സ്ഥാനത്ത് അവനെ പ്രധാന റോളുള്ള അവൻ എപ്പോഴും ഈ മൂത്ത മരുമകനായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇവിടെ ഒരു ആങ്ങള, ഒരു ബ്രദർ ഉണ്ടെങ്കിലോ ആ ബ്രദറാണ് മെയിൻ സ്ഥാനത്ത് നിൽക്കുക. അപ്പൊ ഈ പെൺകുട്ടിയുടെ ഭർത്താവ് അവൻ സഹായിയായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഈ ക്രിയകൾ ഒരു വാചകത്തിൽ ഇവര് മാത്രമുള്ളെങ്കിൽ, ഇവരാരും അവിടെ ഇല്ലെങ്കിൽ ഇവരെന്താണ് പ്രധാന ക്രിയയുടെ ജോലിയാണ് ചെയ്യും. മനസ്സിലായല്ലോ? ഹി ഈസ് എ ഡോക്ടർ. അതിൽ ഈസ് മാത്രമേ ഉള്ളൂ. ദേ ആർ ടീച്ചേഴ്സ്. അതിൽ 6 മാത്രമേ ഉള്ളൂ. ക്രിയകളുടെ കുടുംബത്തിന് 6 മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പൊ ഇവര് സഹായികളാണെങ്കിലും ഇവര് പലപ്പോഴും പ്രധാന ക്രിയകളായിട്ട് രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവരെ പ്രധാന ക്രിയകളായിട്ടുള്ള ജോലി ചെയ്യുന്നതായിട്ടുള്ള വാചകങ്ങൾ മാത്രമാണ് ഇവര് പഠിച്ചത്. ഇനി അങ്ങോട്ടാണ് കുഴപ്പം. ഇനി അങ്ങോട്ടുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് ഇവിടെ വരെ പരിപാടി നടക്കുള്ളൂ. 9 ആള് അല്ലെ 3, 8 ആള്. ഈ 3 പേര് നമ്മൾ നൈറ്റ് ഉണ്ടാക്കുന്നവരാന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളൂ അല്ലേ? ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു, ഡയർ, നീഡ്, യൂസ് ടു. ഈ ക്രിയകള് ഒന്നും തന്നെ ഒറ്റയ്ക്ക് വാചകത്തിൽ വരില്ല. എന്താ? ഇവരിൽ ഒറ്റയ്ക്ക് വരും. അതുകൊണ്ട് നമ്മള് ധാരാളം വാചകം ഉണ്ടാക്കി. ക്യാൻ മുതൽ ഇങ്ങോട്ടുള്ള ഒരു പ്രത്യേകത എന്താണ്? ഇവരാരും തന്നെ വാചകത്തിൽ വരികയാണെങ്കിൽ ഒറ്റയ്ക്ക് വരില്ല. ഇവരെ കൂട്ടത്തില് ആരുണ്ടാകും? ഈ പ്രധാന ക്രിയകളുണ്ടാകും. മനസ്സിലായല്ലോ? ക്യാൻ വാചകത്തിൽ വരുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ ആരുണ്ടാവണം? ഈ പ്രധാന ക്രിയകളുണ്ടാകണം. അപ്പോൾ നമ്മൾ ഇനി എടുക്കേണ്ടത് എന്താണ്? നമ്മുടെ ക്ലാസ്സിൽ മുന്നോട്ട് വേണമെങ്കിൽ ക്യാനിൽ എടുക്കണ്ടേ? ക്യാൻ എടുക്കണമെങ്കിൽ ക്യാന്റെ കൂട്ടത്തിൽ വരുന്ന ഈ പ്രധാന ക്രിയകളെ കുറിച്ച് പറയാതെ ഇനി നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവില്ല എന്നർത്ഥം. മനസ്സിലായോ? ഇവിടം വരെയുള്ളവരൊക്കെ എന്താണ്? ഇവരൊക്കെ ഒറ്റയ്ക്ക് വന്നിരുന്നവരാണ്. ഇവരെ സഹായിക്കാൻ വേണ്ടി ഇവര് 3 ആൾ കൂടി വന്നു. ഇവരെല്ലാരും സഹായികളാണ്. ഇവരൊറ്റയ്ക്ക് എന്താണ് വിചാരിച്ചാലും വാചകങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. ഇനി എന്താണ്? നമുക്ക് ക്യാൻ വെച്ച് വാചകം ഉണ്ടാക്കാൻ ക്യാൻ പോലെ അങ്ങോട്ടുള്ള ഒറ്റയ്ക്ക് വാചകം പ്രത്യക്ഷപ്പെടുന്നില്ല. ഇവർക്ക് കൂട്ടുകാരായിട്ട് ഈ മെയിൻ വെർബുകൾ വരണം. അപ്പോൾ മെയിൻ വെർബിനെ കുറിച്ച് നിങ്ങളോട് പറയാതെ ഇനി ക്ലാസ് മുന്നോട്ട് പോകില്ല എന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ക്ലാസ്സിന്റെ പ്രത്യേകത അനുസരിച്ചുള്ള ഒരു ഘട്ടം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം?
ഈ പ്രധാന ക്രിയകളെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു വിശേഷം എന്താ അറിയാമോ? ഈ പ്രധാന ക്രിയകള് എല്ലാവരുമാണ് ഇംഗ്ലീഷ് ഭാഷയുടെ വൈവിധ്യങ്ങളായ വാചകങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നവർ. ഈ ക്രിയകളുടെ കൂട്ടത്തില് ഇവരെല്ലാവരും വരും. ഈ ക്രിയകൾ പഠിക്കാന്ന് പറഞ്ഞാൽ ടെൻസ് ഉപയോഗിക്കാൻ പഠിക്കാന്നുള്ളതാണ്. ആ ടെൻസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ, അതായത് ഈ ക്രിയകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും അതിൽ വരും. നോക്കുക, അതിങ്ങൾ നോക്കട്ടെ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ വേറെ കാര്യം പറയാം. ഇങ്ങോട്ട് നോക്കുക. അപ്പൊ നമ്മള് ഈ പ്രധാന ക്രിയകളിലേക്ക് മാഷ് പറയാൻ പോവാണ്. ഈ പ്രധാന ക്രിയകൾ എന്താണ്? ഇവരൊക്കെ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന നൂറുകണക്കിനുണ്ടെന്ന് പറഞ്ഞു. ഇവരെല്ലാം പ്രവൃത്തികളെ സൂചിപ്പിക്കുന്നവരെ, ഓടുക, ചാടുക, തിന്നുക, നടക്കുക, ഇരിക്കുക തുടങ്ങിയ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്നവരാണെന്ന് പറഞ്ഞു. ഇവ നൂറുകണക്കിനുണ്ടെന്ന് പറഞ്ഞു. ഈ ക്രിയകളെ വീണ്ടും രണ്ടായി തിരിച്ചിരിക്കുകയാണ്. കണ്ട, പ്രധാന ക്രിയ എന്താണെന്ന് മാഷ് പിന്നാലെ പറയും, അടുത്ത ക്ലാസ്സിൽ പറയും. ഈ പ്രധാന ക്രിയ എന്തുകൊണ്ട് പ്രധാന ക്രിയ എന്ന് വിളിക്കുന്നു എന്നുള്ള കാര്യം പറയും. ഇവരെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഈ രണ്ടായി തിരിച്ചിരിക്കുന്നതിൽ ഒരു ടീമിന് വരുന്നതാണ് ആക്ഷൻ വെർബ് എന്നാണ്, മറ്റൊരു വരുന്നതാണ് സ്റ്റേറ്റ് വെർബ് അല്ലെങ്കിൽ സ്റ്റേറ്റീവ് വെർബ് എന്ന് പറയും. അപ്പൊ പ്രധാന ക്രിയകളെ വീണ്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒരു ടീമിന് ആക്ഷൻ വെർബ് എന്ന് പറയും, മറ്റു ടീമിന് രണ്ടുപേരുണ്ട്, സ്റ്റേറ്റ് വെർബ് അല്ലെങ്കിൽ സ്റ്റേറ്റീവ് വെർബ് എന്ന് പറയും. എന്താണ് ആക്ഷൻ വെർബ്, എന്താണ് സ്റ്റേറ്റ് വെർബ് എന്നൊക്കെ അടുത്തുള്ള ക്ലാസ്സിൽ പറയുന്നതാണ്. ഇനി നിങ്ങൾ നോക്കുക, ഈ രണ്ട് മെയിൻ വെർബ് രണ്ടായി തിരിച്ചിരിക്കുന്നു. ഈ രണ്ട് ടീമുകൾ വീണ്ടും ഒറ്റ ടീമാവാണ്. അതായത് ആക്ഷൻ വെർബുകളും സ്റ്റേറ്റ് വെർബുകളും അവയുടെ രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും 4 തരത്തിൽ അവരുണ്ട്. ഇവര് ഈ ആക്ഷൻ വെർബുകളും ഈ 4 തരത്തിലുണ്ട്, ഈ സ്റ്റേറ്റ് വെർബുകളും ഈ 4 തരത്തിൽ. ഏതാണ് 4 തരം? ഈ ആക്ഷൻ വെർബുകളിൽ റെഗുലർ വെർബുകളുണ്ട്, ഇറഗുലർ വെർബുകളുണ്ട്, ട്രാൻസിറ്റീവ് വെർബുകളുണ്ട്, ഇൻട്രാൻസിറ്റീവ് വെർബുകളുണ്ട്. ഈ സ്റ്റേറ്റ് വെർബുകളിലും റെഗുലർ വെർബുകളുണ്ട്, ഇറഗുലർ വെർബുകളുണ്ട്, ട്രാൻസിറ്റീവ് വെർബുകളുണ്ട്, ഇൻട്രാൻസിറ്റീവ് വെർബുകളുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ ആക്ഷൻ വെർബും സ്റ്റേറ്റ് വെർബുകളും 4 തരത്തിൽ വീണ്ടും തരം തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ വ്യത്യാസങ്ങളിൽ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഇംഗ്ലീഷ് ഭാഷ മനുഷ്യന് മനസ്സിലാകണമെങ്കിൽ ഈ വക നൂലാമാല പിടിച്ച കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ധൈര്യസമേതം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുക. നമ്മുടെ തലയൊക്കെ ഒന്ന് ഉയരുക, ഒരു ആത്മവിശ്വാസം വരിക. ഇതെല്ലാം വിശദമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോഴാണ്. അപ്പോൾ ഇതൊരു കാര്യം പറയട്ടെ. അപ്പൊ ഈ പറയുന്ന ക്രിയകളെല്ലാം പ്രധാന ക്രിയകൾ പല വകഭേദങ്ങളും അതിന്റെ എഴുതുന്ന രീതിയിലുള്ള വ്യത്യാസമാണെന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോ നമ്മുടെ ഈ ക്ലാസ് ഇനിയപ്പോ ഇത്രയും പറഞ്ഞ സ്ഥിതിന്റെ ഒരു ഭാഗ്യമായിട്ട് മാഷ് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പാത്തി കിടക്കാം. അപ്പൊ നമ്മള് ഈ മെയിൻ ഇത് വിസ്തരിച്ച് പറയുന്നു. ഇത് കഴിഞ്ഞപ്പോ ഈ ക്രിയകളൊന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ മാഷ് എങ്ങോട്ടെത്തും? വീണ്ടും ക്യാനിലേക്ക് പ്രവേശിക്കും. നമ്മൾ ക്യാനും കുട്ടും എടുക്കുന്ന വാചകങ്ങളിൽ ഇവരുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇവരെ കുറിച്ച് പറയാണ്ട് ക്യാൻ കുട്ടും എടുക്കാൻ പറ്റില്ല. ക്യാനും കുട്ടും എടുക്കാൻ വേണ്ടി ആ പ്രശ്നം തീരും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വില്ല, വുഡ്, ഷാല്, ഷുഡ് തുടങ്ങിയവരൊക്കെ എന്തെടുക്കുന്നു ചോദിക്കണം. അപ്പൊ ക്യാനും കുട്ടിനും വേണ്ടി പ്രധാന ക്രിയകളൊന്ന് പരിചയപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഈ വില്ല്, ഷാല് വരുന്നത് ടെൻസിന്റെ അകത്താണ്. ഇംഗ്ലീഷ് ഭാഷയുടെ മഹാപൂന്തോട്ടമായ ടെൻസ്, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് ഇല്ലേ, വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം. ഈ ടെൻസിന്റെ അകത്താണ് ആര് കിടക്കുന്നത്? ഈ വില്ലും ഷാലും കിടക്കുന്നത്. ടെൻസിന് മൂന്നാമത്തെ ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എടുക്കുന്ന സമയത്ത് ആ മൂന്നാമത്തെ ടെൻസ് എടുക്കുമ്പോൾ ഇവർ രണ്ടാളും ഒരുമിച്ച് വരും. അങ്ങനെ ആ വില്ലിനെയും ഷാലിനെയും പിടികൂടാൻ വേണ്ടിയാണ് മാഷ് ടെൻസിലേക്ക് പ്രവേശിക്കുക. ടെൻസ് എന്ന് പറഞ്ഞാൽ കാലങ്ങള്. അത് 12 കാലങ്ങളിൽ നമുക്ക് ഇംഗ്ലീഷ് വാചകം പറയാൻ പറ്റും. അതിന് ആക്റ്റീവ് വോയിസ് പറയും, കർത്തരി പ്രയോഗം. 12 തരത്തില് ഇംഗ്ലീഷ് വാചകങ്ങൾ പറയുന്നതാണ് ആക്റ്റീവ് വോയിസ് അഥവാ കർത്തരി പ്രയോഗം. ആ 12 തരത്തിൽ പറയുന്നതിൽ
മൂന്നാമത്തെ തരം വാചകങ്ങളാണ് ഈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് വരും. ആ ടെൻസ് എടുക്കുമ്പോൾ ഈ വില്ലും ഷാലും വരും. വില്ലിനെയും ഷാലിനെയും പിടികൂടാൻ വേണ്ടിയാണ് ടെൻസിലേക്ക് പ്രവേശിക്കുന്നതെങ്കിലും വില്ലും ഷാലും ഒരു ടെൻസിൽ പെട്ടെന്ന് വരും. അത് കഴിഞ്ഞ് പിന്നെയും പായുന്ന ടെൻസ് ഉണ്ട്. പിന്നെ 8 പാസീവ് വോയിസിൽ പായുന്നുണ്ട്. 19 തരം വാചകങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ വാചകത്തിന്റെ അകത്ത് വരുന്നവരാണ് ആര്? ഈ സാറാമ്, വാസുവാട്, കാസുകാവ്, ഹാഡ് പ്ലസ് ഈ പ്രധാന ക്രിയകൾ. ഈ 2 ടീമും കൂടി എന്താണ് ഒരുമിച്ചാണ് ആ ടെൻസിലൊക്കെ വരിക അർത്ഥം. അപ്പോൾ ഇവരെല്ലാം നമ്മളിപ്പോ വിസ്തരിച്ച് പഠിച്ചിരിക്കുകയാണ്. ഇവരുടെ ഉപയോഗങ്ങളെല്ലാം പഠിച്ച് നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ഈ മെയിൻ വെർബൽ കൂടി വെച്ച് കഴിയുമ്പോൾ എത്ര ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്ന കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോ ആക്റ്റീവ് വില്ലിനെ ഷാലിനെ പിടികൂടാൻ വേണ്ടി നമ്മൾ എന്താണ് ടെൻസിന്റെ അകത്ത് പ്രവേശിച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും നാളോറ് എടുക്കുന്ന അർത്ഥം ഇവിടെ കിട്ടുക. 12 ആക്റ്റീവ് വോയിസും 8 പാസീവ് വോയിസും പഠിക്കണ്ടേ? അത് പഠിച്ചതിന്റെ സകല വാചകങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കണ്ടേ? അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇവിടെ ചില ആളുകളുണ്ടല്ലോ, അതാരൊക്കെയാണെന്ന് നോക്കിയാൽ വുഡ്, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഇങ്ങനെ ഈ 4 പേര് ഇവരെല്ലാവരും ആണ് പിന്നത്തെ ക്ലാസ്സിലേക്ക് വരിക. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അലങ്കാരപ്പണികൾ ആരംഭിക്കും. പ്രിപ്പോസിഷൻസ്, ആർട്ടിക്കിൾസ്, പിന്നെ അഡ്വർബ്, ക്ലോസ് അങ്ങനെ തുടങ്ങി വെറൈറ്റി ആയിട്ടുള്ള എന്താണ് വാചകങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് പ്രവേശിക്കും. അങ്ങനെയാണ് ക്ലാസ്സിന്റെ പോക്ക്. നമ്മള് ഒന്നും ആയിട്ടില്ല എന്നർത്ഥം. ഇപ്പൊ ചുരുക്കി പറഞ്ഞ നമ്മളിപ്പോ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഈ സാറാമിന്റെ അർത്ഥം എന്താ? ആകുന്നു. വാസവന്റെ അർത്ഥം എന്താ? ആയിരുന്നു. വാസവന്റെ അർത്ഥം എന്താ? ഉണ്ട്. ഹാഡിന്റെ അർത്ഥം ഉണ്ടായിരുന്നു. ഈ 4 മലയാള വാക്കാണ് ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞ. ഇംഗ്ലീഷ് ഭാഷയാകുന്ന മഹാസമുദ്രം, ഇംഗ്ലീഷ് ഭാഷ എന്ന മഹാപൂന്തോട്ടത്തിലെ സകല പൂക്കൾ എന്താണ് കാണുകയും പറിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ആ കാര്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമ്മളതിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ ഈ 2 ക്യാനും കൊണ്ടെടുക്കാൻ വേണ്ടിയാണ് പ്രധാന ക്രിയകളിലേക്ക് മാഷ് വരുന്നതെങ്കിലും ക്യാനും കൊണ്ടും കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ടെൻസിലേക്ക് പ്രവേശിക്കും. ഓക്കെ കേട്ടോ. ഇനി നമുക്ക് പ്രധാന ക്രിയകളുടെ കുടുംബചരിത്രം ഒന്ന് പറയാം. എന്താണ് കുടുംബചരിത്രം എന്ന് പറഞ്ഞാല് ഇവരുടെ കുടുംബത്തില് ആരൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഭാഷയില് നമ്മൾ ഈ പറഞ്ഞ മെയിൻ വെർബുകള് എല്ലാ പ്രധാന ക്രിയകളും 6 പേരുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഓരോ ക്രിയകൾക്കും 6 രൂപങ്ങളുണ്ട്. കണ്ട, വെർബ് ഫോംസ്, ക്രിയയുടെ രൂപങ്ങൾ. ഓരോ ക്രിയകൾക്കും 6 വ്യത്യസ്ത രൂപങ്ങളുണ്ട്. അതിനെയാണ് വെർബ് ഫാമിലി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, അല്ലെ വെർബ് ഫോംസ് എന്ന് വിളിക്കാം. വെർബിന്റെ കുടുംബത്തിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? നമ്മുടെ വീട്ടില് അപ്പാപ്പൻ, അമ്മാമ്മ, അച്ഛൻ, അമ്മ, അല്ല ഇങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ സ്ഥാനപ്പേരുണ്ട് അല്ലേ? അതുപോലെ ക്രിയയുടെ വീട്ടിൽ എന്താണ് 6 പേർക്കും വെവ്വേറെ പേരുകളുണ്ട്. സാധാരണ 3 പേരാണ് സാധാരണ പരിചയപ്പെടുത്തുക. ചിലര് 4 പേരെ പറയാറുണ്ട്, ചിലര് 5 പേരെ പറയാറുണ്ട്. ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടില് ക്രിയകളെ കുറിച്ചുള്ള ഗവേഷണം നടത്തുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ്? ക്രിയകള് 6 പേരുടെ എന്താണ് ഫാമിലിയിലുള്ള ഒരു അംഗമായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ക്രിയയുടെ വീട്ടിൽ നമ്മൾ ചെല്ലുകയാണ്. ഇപ്പൊ നമ്മളൊരു ക്രിയയുടെ കൂട്ടത്തിൽ എന്റെ വീട്ടിലേക്ക് ചെല്ലുകയെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് ആദ്യം കാണുന്ന ക്രിയയുടെ, ഇപ്പൊ നമ്മുടെ അപ്പാപ്പൻ അല്ലെ അച്ചാച്ചൻ എന്നൊക്കെ പറഞ്ഞ ക്രിയയുടെ വീട്ടിൽ ആദ്യം കാണുന്ന ആളുടെ പേരെന്നറിയാമോ? പ്രസന്റ് ടെൻസ് ഓഫ് വെർബ്. ക്രിയയുടെ വീട്ടിൽ ആദ്യത്തെ ആളുടെ പേരെന്താ? പ്രസന്റ് ടെൻസ്. വെർബിന്റെ പ്രസന്റ് ടെൻസ് എന്നാണ് പേര്. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? പ്ലൂരൽ വെർബ്. പ്ലൂരൽ എന്ന വാക്ക് നേരത്തെ കേട്ടിട്ടില്ലേ? ബഹുവചനം പ്ലൂരല് അല്ല, പ്ലൂരൽ വെർബ്. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് 1ാം നമ്പർ ക്രിയ. ക്രിയയുടെ വീട്ടിലെ 1ാമൻ.
അല്ലെങ്കിൽ എന്താണ് V1 വെർബ് 1 വെർബിന്റെ ആണ് V1 വെർബ് ഒന്നാമത്തെ വെർബ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ 4 പേരുണ്ടെന്ന് അർത്ഥം ആദ്യത്തെ ആൾക്കാർ. ഇപ്പൊ തന്നെ സംഗതി കുഴഞ്ഞു പറഞ്ഞു തുടങ്ങിയില്ലേ? ക്രിയയുടെ വീട്ടിൽ ഒന്നാമത് എത്ര പേരുണ്ട്? 4 പേര്. അപ്പൊ ഏറ്റവും മെമ്മറിയിൽ ഇരിക്കുന്ന പേര് ഇതാണ് പ്രസന്റ് ടെൻസ് വെർബ്, അല്ലെങ്കിൽ എന്താണ് പ്ലൂരൽ വെർബ്. പിന്നെ നമുക്ക് ഒന്നാമനെ അറിയാൻ വേണ്ടി ഒന്നാം നമ്പർ ക്രിയ എന്നോ അല്ലെങ്കിൽ ഇംഗ്ലീഷായി V1 എന്ന് പറഞ്ഞാൽ മതി. മാഷിവിടെ 4 ക്രിയകൾ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. നോക്കാം കേട്ടാ. ആദ്യം ടേക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാലോ ടേക്ക്. ടേക്ക് എന്ന് എന്താ അർത്ഥം? എടുക്കുക. വേണ്ട, അതിന് 3 അർത്ഥമുണ്ട്. എടുക്കുക, എടുക്കുന്നു, എടുക്കാറുണ്ട്. ഈ 3 മലയാളം കിട്ടാനും ടേക്ക് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ടേക്ക് എന്ന് അർത്ഥം എടുക്കുക, എടുക്കുന്നു, എടുക്കാറുണ്ട്. വേണ്ട, അടുത്തൊരു ക്രിയ നോക്കിയേ, ഗോ. അപ്പൊ എന്തൊക്കെ വരും? എടുക്കുക പോലെ പോവുക, എടുക്കുന്ന പോലെ പോകുന്നു, എടുക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ പോകാറുണ്ട്. അപ്പൊ എന്താ? പോവുക, പോകുന്നു, പോകാറുണ്ട്. വേറെ ക്രൈ. കരയുക, കരയുന്നു, കരയാറുണ്ട്. വേറെ കട്ട്. മുറിക്കുക, മുറിക്കുന്നു, മുറിക്കാറുണ്ട്. ഇപ്പൊ തന്നെ എന്റെ മലയാളം നന്നായിട്ട് മനസ്സിലാക്കിയ. എടുക്കുന്നു, എടുക്കുക, എടുക്കാറുണ്ട്. അപ്പൊ പാടുക, പാടുന്നു, പാടാറുണ്ട്. തിന്നുക, തിന്നുന്നു, തിന്നാറുണ്ട്. നീന്തുക, നീന്തുന്നു, നീന്താറുണ്ട്. കണ്ട, ഈ മലയാള വാക്കുകളാണ് ഈ ക്രിയകളിലേക്ക്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ ക്രിയയുടെ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണാം. അപ്പൊ ഞാൻ ഇതൊന്ന് 6 പേരൊന്ന് വരയ്ക്കുന്നതല്ലാണ് കേട്ടാ. മറ്റൊന്ന് വരയ്ക്കാം. വേണ്ട, ഇതെല്ലാം ഒരുമിച്ച് എഴുതിയിട്ട് കഴിഞ്ഞാൽ ആകെ പുകയും. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഒരു കേസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നാലെ ഓരോന്ന് പറഞ്ഞ് എഴുതണുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആകെ നിങ്ങൾക്ക് നന്നായിട്ട് ഭംഗിയിട്ട് മനസ്സിലാക്കണ്ടേ. കൂട്ടിക്കുഴഞ്ഞ് ആകെ ഇളകാണ്ടിരിക്കാൻ വേണ്ടി എന്താണ് ഒറ്റയ്ക്ക് പറയാം കേട്ടോ. അപ്പൊ ക്രിയയുടെ വീട്ടിൽ രണ്ടാമന്റെ പേര്. അപ്പൊ രണ്ടാമന്റെ പേര് ഇതാണ് പാസ്റ്റ് ടെൻസ് ഓഫ് വെർബ്. കണ്ട, രണ്ടാമത്തെ പേരെന്താ? പാസ്റ്റ് ടെൻസ് വെർബ്. അല്ലെങ്കിലുള്ള മറ്റൊരു പേരെന്താണ്? രണ്ടാം നമ്പർ ക്രിയ. അല്ലെങ്കിൽ V1 പറയുന്നത് പോലെ V2. അപ്പൊ രണ്ടാം നമ്പർ ക്രിയ വേണ്ട. അപ്പൊ രണ്ടാമത്തെ പേരെന്താ? പാസ്റ്റ് ടെൻസ് വെർബ്, അല്ലെങ്കിൽ രണ്ടാം നമ്പർ ക്രിയ, അല്ലെങ്കിൽ V2. അതുപോലത്തെ 2 പേര് ഇതിലില്ല. ഇതിൽ പ്ലൂരൽ പോലെ വേറെ പേരില്ല കേട്ടാ. ഇവിടെ 4 പേരുണ്ട്, ഇവിടെ 3 പേരുള്ളൂ. എന്തൊക്കെയാ? പാസ്റ്റ് ടെൻസ് വെർബ്, രണ്ടാം നമ്പർ ക്രിയ, അല്ലെങ്കിൽ V2 എന്ന് പറയും. അപ്പൊ ടേക്ക് എന്ന ക്രിയയുടെ രണ്ടാം നമ്പർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നോക്കണ്ട, ടുക്ക്. ടുക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എടുത്തു. ഗോഡ് രണ്ടാം നമ്പർ എന്താ? രണ്ടാം നമ്പർ എന്താ? വെന്റ്. അപ്പൊ എന്താ? പോയി. ക്രൈഡ് രണ്ടാം നമ്പർ ക്രൈഡ്. അപ്പുറത്ത് എന്താ? കരഞ്ഞു. വേണ്ട. കട്ടിന്റെ രണ്ടാം നമ്പർ എന്താണ്? കട്ട്. എന്താണ്? മുറിച്ചു. മുറിച്ചു. വേണ്ട. ഇത് 2 ഒരേപോലെ വരുന്നുണ്ടല്ലോ. അതിനെ വിശേഷം പിന്നെ പറയാം കേട്ടാ. കട്ട് കട്ട് തന്നെ. ഈ കട്ടിന്റെ അർത്ഥം മുറിക്കുക, മുറിക്കുന്നു, മുറിക്കാറുണ്ട്. ഈ കട്ടിന്റെ അർത്ഥം മുറിച്ചു. അപ്പൊ ഇത് എങ്ങനെ തിരിച്ചറിയും? അല്ല, അങ്ങനെ സംഭവം ഉണ്ടല്ലോ. 2ഉം കട്ട് തന്നെ. ഇത് മുറിച്ചു എന്ന് എങ്ങനെ മനസ്സിലായി? അതതിന് മുറിക്കുന്നല്ലേ. അതിനുള്ള വിദ്യകളൊക്കെ പിന്നാലത്തെ ക്ലാസ്സിൽ വരും കേട്ടോ. അപ്പൊ അതിനകത്ത് ആലോചിച്ച് വിഷമിക്കണം. എല്ലാം മാഷ് ഭംഗിയായിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ രണ്ടാം നമ്പർ കഴിഞ്ഞു. അപ്പൊ ക്രിയയുടെ വീട്ടിലെ രണ്ടാമനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ക്രിയയുടെ വീട്ടിലെ മൂന്നാമന്റെ പേരാണ്, ഈ വരത്തി ഭംഗിയുടെ ആയോ എന്നൊരു സംശയം. ഓക്കെ, മൂന്നാമന്റെ പേരെന്താ? മൂന്നാമന്റെ പേരാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വെർബ്. എന്താ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വെർബ്.
അല്ലെങ്കിൽ മൂന്നാം നമ്പർ ക്രിയ അല്ലെങ്കിൽ V3. ക്രിയയുടെ മൂന്നാമത്തെ പേരെന്താ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബ് അല്ലെങ്കിൽ മൂന്നാം നമ്പർ ക്രിയ അല്ലെങ്കിൽ V3. ഈ സമയത്ത് നിങ്ങളുടെ സംശയം വരാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു പക്ഷേ ഇവിടെ ഫ്യൂച്ചർ എന്നാവും വിചാരിച്ചിട്ടുണ്ടാവും ചിലരെങ്കിലും കേട്ടോ. അതായത് പ്രസന്റ് ടെൻസ്, ഇത് പാസ്റ്റ് ടെൻസ്, അപ്പൊ ഈ ഫ്യൂച്ചർ ടെൻസ് എന്നല്ലേ വരേണ്ടത് എന്നൊരു പക്ഷെ ചിലർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. നമ്മള് ക്രിയകളുടെ കാലങ്ങൾ എടുക്കില്ല. പക്ഷെ ടെൻസിന് പറയാറില്ല പൂന്തോട്ടം കാലം, വർത്തമാനകാലം, ഭൂതകാലം, ഭാവി കാലം. അതെടുക്കുന്ന സമയത്താണ് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് വരിക. ആ രണ്ട് വാക്ക് ഇവിടെ വന്നു എന്ന് മാത്രം. ക്രിയകളുടെ ഇത് കുടുംബചരിത്രം പറയാണ്. ക്രിയകൾ ഏതെല്ലാം വിഭാഗത്തിൽ പെടുന്നു പറയുന്നതാണ്. ഇവിടെയും ആദ്യത്തെ രണ്ട് വാക്ക് എന്താണ്? പ്രസന്റും പാസ്റ്റ് ആണ്. ഈ രണ്ട് വാക്ക് വീണ്ടും എന്താണ് ആവർത്തിച്ച് വരുന്നുണ്ട് ടെൻസിൽ. അവിടെ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസിന് വരിക. വേണ്ട, ആ ഫ്യൂച്ചർ അല്ല ഇവിടത്തെ കേട്ടോ. ഇത് ക്രിയകളുടെ കുടുംബ പേര് പറയുകയാണ്. അപ്പൊ ഇവിടെ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരിക, അല്ലാണ്ട് ഫ്യൂച്ചർ അല്ല എന്നുള്ള ആ സംശയത്തിന്റെ മറുപടി ഇപ്പൊ തന്നെ മാഷ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബ് അല്ലെങ്കിൽ മൂന്നാം നമ്പർ V3. ഇതിന്റെ മലയാളം അല്ല നമുക്ക് എന്താണ് മലയാളം? ടേക്കിന്റെ മൂന്നാമൻ, ടേക്ക് ടുക്ക് മൂന്നാമൻ എന്താ? അല്ല, ടേക്കൺ. എന്താ ഇതിന്റെ മലയാളം? എടുത്തത്. മലയാളം എടുത്തത്. അപ്പൊ ഗോൺ. അപ്പൊ ഇത് വരും പോയത്. പിന്നെ അടുത്ത് എന്താ? ക്രൈഡ്. ക്രൈഡ് ഉണ്ട്, രണ്ട് ക്രൈഡ് വരണ്ട. ക്രൈഡ് അപ്പൊ എന്താ? കരഞ്ഞത്. എന്താണ്? അതുപോലെ തന്നെ കട്ട്, മുറിച്ചത്. അപ്പൊ എന്താണ്? ടേക്കൺ എടുത്തത്, ഗോൺ പോയത്, ക്രൈഡ് കരഞ്ഞത്, കട്ട് മുറിച്ചത്. ഈ മൂന്നാമത്തെ രൂപല്ലേ ടേക്കൺ അല്ലെ ഗോൺ അല്ലെ ക്രൈഡ് അല്ലെ കട്ട്, ഈ ക്രിയകള് ഒരു വാചകത്തിൽ ഒറ്റയ്ക്ക് വരില്ല. ഇതിന്റെ തൊട്ട് മുൻപിൽ നമ്മുടെ സഹായികളിൽപ്പെട്ട ഹാസ്, ഹാവ്, ഹാഡ് ആരെങ്കിലും ഉണ്ടാവും. മനസ്സിലായ? ഈ ക്രിയകളുടെ കുടുംബത്തിലെ മൂന്നാമത്തെ ആളില്ലേ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പെട്ടവര്, ഈ ടേക്കണോ ഗോണോ ക്രൈഡോ കട്ട് തുടങ്ങിയ ക്രിയയുടെ കുടുംബത്തിലെ മൂന്നാമന്മാർക്ക് ആ വാക്കിന് ഒറ്റയ്ക്ക് ഒരു പ്രത്യേക അർത്ഥമില്ല. അതിന്റെ തൊട്ട് മുൻപില് ഹാസോ, ഹാവോ, ഹാഡോ വരും. ആ സമയത്താണ് ഇവിടെ ശരിക്കുള്ള അർത്ഥം വരിക. എങ്കിലും ഒരു വാക്കിനൊരു അർത്ഥം ഇല്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണ്ടേ? അർത്ഥമില്ലാത്ത വാക്കുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണ്ടേ? അപ്പൊ ഇതിന് അർത്ഥം കൊടുക്കണം. എന്ത്? ടേക്കൺ എടുത്തത്, ഗോൺ പോയത്, ക്രൈഡ് കരഞ്ഞത്. കരഞ്ഞത് കേട്ടാൽ സൈക്കിൾ ഇടി എന്ന് പറയില്ലേ, അതുപോലെ കരഞ്ഞത്, മുറിച്ചത്. ഓക്കെ, അപ്പൊ ക്രിയയുടെ വീട്ടിലെ 3 പേരെ പരിചയപ്പെട്ടു. അപ്പൊ ഇങ്ങനെ വരച്ച് എന്താണ് ഇങ്ങനെ കുറെ ഉള്ളത് കൊണ്ട് എല്ലാം കൂടി മൊത്തം ഒരുമിച്ച് എഴുതിയിട്ട് ഞാകെ തല പോയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോന്ന് മാറി മാറി പറയണം. ഇനി ക്രിയയുടെ വീട്ടിലെ നാലാമന്റെ പേര് ഇതാണ് സിംഗുലർ വെർബ്. ഇത് പേര് സിംഗുലർ വെർബ് അല്ലെങ്കിൽ എന്താണ് നാലാം നമ്പർ ക്രിയ എന്ന് പറയും, അല്ലെങ്കിൽ V4. എന്താ? V1, V2, V3, V4. അല്ലെങ്കിൽ ഇവിടുത്തെ പേരുകൾ എന്താ? സിംഗുലർ വെർബ്. ഇവിടെ നോക്കിയേ, പ്ലൂറൽ വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിംഗുലർ നമുക്ക് കേട്ട് പരിചയമുള്ള വാക്കുകളല്ലേ. ഇതിനൊക്കെ കാരണങ്ങൾ ഉണ്ട് കേട്ടോ, അതൊക്കെ പിന്നാലെ പറയാം. ഓക്കെ, അപ്പൊ ടേക്കിന്റെ വീടുണ്ട, ടേക്ക്, ടുക്ക്, ടേക്ക്. നാലാമൻ എങ്ങനെ ഇരിക്കും? ഇപ്പൊ നിങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ലേ? അത് ശരി. അപ്പൊ ഇത് ടേക്ക്, രണ്ടാമൻ ടുക്ക്, മൂന്നാമൻ ടേക്ക്, പിന്നെ നാലാമൻ ആരായിരിക്കും? 4ന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? അത് ഇങ്ങനെയാണ്. നോക്കുക,
ടേക്സ് ടേക്സ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ആദ്യത്തെ 3 അർത്ഥം ഈ 3 അത് തന്നെയാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ടേക്കിന്റെ അതേ അർത്ഥം തന്നെയാണ് ടേക്സ്. അപ്പൊ എന്തൊക്കെ വരും ഉണ്ടാ? അപ്പൊ നോക്കി എന്തൊക്കെ വരും? എടുക്കുക, പിന്നെന്താ? എടുക്കുന്നു, പിന്നെന്താ? എടുക്കാറുണ്ട്, എടുക്കാറുണ്ട്. അതുപോലെ ഇവിടെ എന്താ? ഗോ ആൻഡ് ഗോൺ, ഇവിടെ ഗോസ്. അപ്പൊ എന്താ അർത്ഥം വരും? പോവുക, പിന്നെന്താ? പോകുന്നു, പിന്നെന്താ? പോകാറുണ്ട്. അല്ല അങ്ങനെ 3 ഇനി അടുത്ത വാക്ക് ക്രൈ അല്ലേ? ക്രൈ. അപ്പൊ നമുക്കറിയാം ക്രൈസ്, ക്രൈസ്. അപ്പൊ എന്താ? ക്രൈസ് കരയുക, പിന്നെന്താ? കരയുന്നു, പിന്നെന്താ? കരയാറുണ്ട്. ഈ 3 അർത്ഥം തന്നെ, ആ 3 അർത്ഥം തന്നെ. ഇനി അടുത്ത ആളാണ് നമ്മുടെ കട്ടല്ലേ? കട്ട്, CUT. കട്ട്. അപ്പൊ എന്താ? മുറിക്കുക, പിന്നെ മുറിക്കുന്നു, പിന്നെന്താ? മുറിക്കാറുണ്ട്. മുറിക്കുക, മുറിക്കുന്നു, മുറിക്കാറുണ്ട്. മുറിക്കുക, മുറിക്കുന്നു, മുറിക്കാറുണ്ട്. അപ്പൊ ഇതേ അർത്ഥം തന്നെയാണല്ലോ. അതാണ് മാഷ് കൂടുതൽ പറയുന്നില്ല. ഇനി അതും എന്താണ് വരച്ചു. ഇനി നമ്മുടെ ക്രിയയുടെ വീട്ടിലെ അഞ്ചാമന്റെ പേര് പ്രസന്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് പാർട്ടിസിപ്പിൾ ഓഫ് വെർബ്. അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് ജെറണ്ട്. അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് 5ാം നമ്പർ ക്രിയ, അല്ലെങ്കിൽ എന്താണ്? V5. ക്രിയയുടെ വീട്ടിലെ 5ാമന്റെ പേരുകൾ നോക്കുക. ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ്. അതിന് പകരം എന്താണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾ ഓഫ് വെർബ്. അതിൽ മറ്റൊരു പേരാണ് ജെറണ്ട്, GERD, ജെറണ്ട്. അതിൽ 5ാം നമ്പർ ക്രിയ. ഇവിടെ 4ാം നമ്പർ, ഇവിടെ 5ാം നമ്പർ ക്രിയ, ഇവിടെ V5. ഈ ക്രിയ എങ്ങനെ ഇരിക്കും നമുക്ക്? ടേക്ക്, ടുക്ക്, ടേക്കൺ, ടേക്സ്. ഇനി എങ്ങനെ ഇരിക്കും? ഇനിയാണ് നമുക്ക് ടേക്കിംഗ്. ടേക്കിംഗ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമുക്ക് 2 അർത്ഥമുണ്ട്. എന്താണ്? എടുക്കുന്ന, പിന്നെന്താ? എടുക്കൽ. കണ്ട? ടേക്കിംഗ്, എടുക്കുന്ന അല്ലെങ്കിൽ എടുക്കൽ എന്നർത്ഥമുണ്ട്. അപ്പൊ എന്ത് വരും? ഗോയിങ്. ഗോയിങ് എന്ന അർത്ഥം വരിക പോകുന്ന അല്ലെങ്കിൽ പോകൽ. അതിൽ തന്നെ എന്താണ്? CRYING. ക്രൈ എന്ന് പറഞ്ഞാൽ കരയുന്ന അല്ലെങ്കിൽ കരയൽ. ഇതെന്താണ്? കട്ടിങ്, CUTTING. കട്ടിങ് എന്നർത്ഥം മുറിക്കുന്ന അല്ലെങ്കിൽ മുറിക്കൽ. എന്താ? ക്രിയയുടെ 5ാമൻ എന്താ? ടേക്കിംഗ്, എടുക്കുന്ന, ഗോയിങ്, പോകുന്ന, ക്രൈയിങ്, കരയുന്ന, കട്ടിങ്, മുറിക്കുന്ന. മുറിക്കുന്ന മരം, കരയുന്ന കുഞ്ഞ്, പോകുന്ന വഴി, എടുക്കുന്ന പാത്രം. കണ്ട? എടുക്കുന്ന തീരുമാനം, പാടുന്ന പാട്ട്, നോക്കുന്ന നോട്ടം. കണ്ട? നോക്കിയേ, ഈ ക്രിയകളുടെ കുടുംബേർദ്ധം കേട്ടപ്പോ തന്നെ ആകെ പോകണ പോലെ തോന്നണല്ലേ? ഈ ഭാഷ പഠിക്കൽ എളുപ്പമല്ല. ഇപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങളാരും വിഷമിക്കണ്ട, ഭാഷ ഭയങ്കരമായിട്ട് ചെയ്തു തരും. ഓക്കെ. ഇനി അടുത്ത മലയാളം എന്താ? എടുക്കൽ, പോകൽ, കരയൽ, മുറിക്കൽ. കണ്ട? മുറിക്കൽ, എടുക്കൽ, വാങ്ങൽ. കണ്ട? അപ്പൊ അതിന്റെ എന്താണ്? ക്രിയയുടെ വീട്ടിലെ
ഇനി ആറാമിന്റെ ആണ് എന്ത്? ഇൻഫിനിറ്റീവ്. ടേക്ക്, ടുക്ക്, ടേക്കൺ, ടേക്സ്, ടേക്കിംഗ്. ഇനി ആരെ ബാക്കിയുള്ളത്? സത്യം പറഞ്ഞാല് പറഞ്ഞോളൂ. എന്താ? ടു ടേക്ക്. അതിന്റെ അർത്ഥം അറിയാമോ? എടുക്കുവാൻ. അതിൽ എന്താണ്? ഒരു മലയാളിയുണ്ട്, എടുക്കുന്നത്. എടുക്കുവാൻ. ഇത് എടുത്തത്, ഇത് എടുത്തത്, ഇത് എടുക്കുന്നത്. ഇവിടെ ഇവിടെ എന്ത് വരും? ഈ ഇൻഫിനിറ്റീവിന് അടുത്ത ഹെഡിങ്. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാല് ആറാം നമ്പർ ക്രിയ അല്ലെങ്കിൽ V6. മാഷി V6 എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ആരും പറയാത്തൊരു കാര്യമാണ് കേട്ടോ. സാധാരണ V1, V2, V3 വരെ പറയാറുണ്ട്. അതിൽ V4ഉം V5 ഒക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ V6 വരെ പറഞ്ഞിട്ട് കുഴപ്പമില്ല. നമ്മള് ഇംഗ്ലീഷിനെ ആൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ ഇതിനെ ക്രമീകരിക്കുകയാണല്ലോ. ഇംഗ്ലീഷ് മനസ്സിലാകാതെ പിടികിട്ടാ പുള്ളിയായിട്ട് തുടരുകയാണ്. ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനാണ് ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് പരിശ്രമിക്കുന്നത്. അതിലെ ക്രിയയുടെ വീട്ടിലെ ഈ ആറാമനെ പേരിട്ട് കൊടുത്തിരിക്കുകയാണ്. V6 എന്ന് പേരിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ടു ടേക്ക്, എടുക്കുവാൻ, എടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും? ടു ഗോ. അപ്പൊ എന്ത് വരും? പോകുവാൻ, അല്ലെങ്കിൽ എന്താണ്? പോകുന്നത്. അവിടെ ടു ക്രൈ. എന്താണ്? മാച്ചെഴുതാം. എന്താ ടു ക്രൈയുടെ അർത്ഥം? എന്താ? കരയുവാൻ. അല്ലെങ്കിൽ എന്താണ്? കരയുന്നത്. അതിലെന്താണ്? ടു കട്ട്. അപ്പൊ എന്ത് വരും? മുറിക്കുവാൻ, അല്ലെങ്കിൽ മുറിക്കുന്നത്. അപ്പൊ എന്താ? എടുക്കുവാൻ പോണ തീരുമാനം. പിന്നെ എന്താണ്? പോകുവാൻ. ഞാൻ പോകുവാൻ പോകുന്നില്ല, ഞാൻ നടക്കുവാൻ പോകുന്ന പോകുവാൻ പോകുക. പിന്നെ കരയുവാൻ പോകുന്നു, അല്ലെ മുറിക്കുവാൻ പോവുകയാണ്, അല്ലെ മുറിക്കുന്നത് കണ്ടാ സഹിക്കില്ല, അല്ലെ കരയുന്നത് കണ്ടാ സഹിക്കില്ലടി എന്നൊക്കെ നമ്മൾ പറയില്ലേ. പോകുന്നത് കണ്ട അപ്പ കൊടുത്തൊരു വീക്ക്. എന്താണ്? എടുക്കുന്നത് കണ്ട നിനക്ക് അപ്പ കിട്ടുന്ന തല്ലെന്നൊക്കെ നമ്മൾ പറയില്ലേ. വേണ്ട. അപ്പൊ നോക്കിയേ, ആകെ ഒരു കൂടി കുഴഞ്ഞു കിടക്കണില്ല. അപ്പൊ ഇതെല്ലാം കൂടി എഴുതിയിട്ടിട്ട് പറയുകയാണെങ്കിൽ ആകെ എന്തൊരു എഴുതി കൂടി നമ്മുടെ തോന്നും. ഇനി നോക്കുക കേട്ടോ. അങ്ങനെ നോക്കുക, ഈ കാര്യം പറയണം. എന്നാലാണ് നമ്മൾക്ക് ഇപ്പൊ ഉണ്ടായി. ഇപ്പൊ നിങ്ങൾക്ക് ആകെ ഒരു അസ്വസ്ഥത ഉണ്ടാവില്ലേ? ദൈവമേ, ഇത് എന്തൊരു നൂലാമലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കും? ഇത് 12 ടെൻസാക്കി മാറ്റണം അല്ലേ? നമ്മൾ നോക്കുക, ഇതൊന്നും വിഷമിക്കണ്ട. ഇതിലൊക്കെ ഭയങ്കര ടെക്നിക്കൽ ഇംഗ്ലീഷ് കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞു തരാൻ നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ക്രിയയുടെ പേരുകളൊക്കെ പറഞ്ഞില്ല, ഞാൻ ആവർത്തിക്കുന്നില്ല. നമുക്ക് ടേക്കിന്റെ 6 രൂപങ്ങൾ. ടേക്ക്, ടുക്ക്, ടേക്കൺ, ടേക്സ്, ടേക്കിംഗ്, ടു ടേക്ക്. കണ്ടോ? 6 പേര് ഇങ്ങനെ. അപ്പൊ നമുക്ക് ടേക്കിന്റെ എന്താ? അതുപോലെ ഗോഡ് എന്താ? ഗോ, വെന്റ്, ഗോഡ്, ഗോസ്, ഗോയിങ്, ടു ഗോ. കണ്ട? ഓരോ ക്രിയകളും ഇങ്ങനെ 6 പേരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ക്രൈ, ക്രൈഡ്, ക്രൈഡ്, ക്രൈസ്, ക്രൈയിങ്, ടു ക്രൈ. ഇവിടെ കണ്ടോ? ഈ 2, 3 എന്താണ് അതേപോലെ ഇരിക്കുക അല്ലേ? ഇരട്ടകള്. കണ്ട? ഇത് 2 ഇരട്ടകളാണ്. ക്രൈ, ക്രൈഡ്, ക്രൈഡ്. ഇവിടെ നോക്കിയേ, ട്രിപ്പിൾസ് കാണാം. കട്ട്, കട്ട്, കട്ട്. ഇത് എസ് വേണം കേട്ടാ. കട്ട്സ്. കണ്ട? അപ്പൊ ടേക്സ്, ഗോസ്, ക്രൈസ്, കട്ട്സ്. അപ്പൊ അങ്ങനെ 4 വന്നു. പിന്നെ നമുക്ക് ഇവിടെ എന്നിട്ട് പറഞ്ഞു വന്ന് അല്ല, ഇപ്പൊ 3 ആൾ ഒരുമിച്ചിരിക്കണ്ടോ? ഒരേപോലത്തെ എന്താ? ത്രിബിൾസ്. ഇതെല്ലാം വിസ്തരിച്ച് പഠിപ്പിക്കും കേട്ടോ. നിങ്ങൾ അതൊക്കെ കാത്തിരുന്നോളി. അപ്പൊ ഇങ്ങനെ ക്രിയകൾക്കൊക്കെ ഇങ്ങനെ എന്താണ് വ്യത്യസ്തങ്ങളായ 6 രൂപങ്ങളുണ്ട്. ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഭാഷ എല്ലായിടത്തും എത്തും. ഇത് എന്തൊരു ആളുകൾ ഇംഗ്ലീഷ് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ കാര്യം ഇവിടുന്ന് കിട്ടി. ഇതിന്റെ പേരുകൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിന്റെ ടെൻസിനകത്തേക്ക് ഇടണ്ടേ? ടെൻസ് 12 പാഷ് 12 തൊട്ട് 20 എണ്ണത്തിന്റെ ഉള്ളിലിട്ട് ഇവരെ തിരിച്ചു മറിച്ച് ഇളക്കി എടുക്കുമ്പോ
ഏത് വല്ല വെളിവും വെള്ളിയാഴ്ച ഉണ്ടാവുക പഠിക്കുന്നവർക്ക്? ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഇനി ഇങ്ങോട്ട് നോക്കുക കേട്ടോ. ഇങ്ങോട്ട് നോക്കുക. അപ്പൊ നമ്മൾ ഇത് ടേക്ക് ചുക്ക് ടേക്കൺ ഇതെല്ലാം നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായാലും ഒരു കുടുംബക്കാരെന്ന് നമ്മൾ ടേക്കും ചുക്കും ഒക്കെ പലപ്പോഴും ടേക്കിംഗ് ഒക്കെ കേട്ടിട്ടുണ്ട്. എപ്പോ മനസ്സിലായി അത് ശരി ഇവരൊക്കെ ഒരു കുടുംബക്കാരാണല്ലേ, ഇവരൊക്കെ ബന്ധുമിത്രാദികളാണല്ലേ, ഇവരൊക്കെ സഹോദരി സഹോദരന്മാരാണല്ലേ, ഇവരൊക്കെ അപ്പനും മക്കളാണല്ലേ എന്ന് ഇപ്പൊ മനസ്സിലായി. ഇനി ഇവരെ ഒന്ന് മനസ്സിലാക്കാനുള്ള വിദ്യയോടെ പറയാൻ പോകട്ടെ. ഇങ്ങോട്ട് നോക്കട്ടെ. ഇവിടെ നോക്കിയേ, നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത്? എന്തിനാണ് ക്രിയകളുടെ കുടുംബേരത്വത്തിലേക്ക് പ്രവേശിച്ചത്? അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്യാനും കുഡും കഴിഞ്ഞാല് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയുടെ മഹാപൂന്തോട്ടമായ ടെൻസിലേക്ക് പ്രവേശിക്കുന്നു അല്ലേ, ടെൻസ് എടുക്കാൻ തുടങ്ങുന്നു അല്ലേ. എത്ര ടെൻസ് ഉണ്ടെന്നാണ് സാധാരണ പറയുന്നത്? 12 ടെൻസുകളുണ്ട്. 3 കാലങ്ങളിലും കൂടി 12 ടെൻസുകളുണ്ട്. ഈ 12 ടെൻസുകളിൽ ഉപയോഗിക്കേണ്ട ക്രിയയുടെ രൂപങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. ഈ കാണുന്ന രൂപങ്ങളൊക്കെ ഈ ടെൻസിൽ അത് ഉപയോഗിക്കേണ്ടവരാണ്. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് ഉപയോഗിക്കാൻ നോക്കണം? ശ്രദ്ധിച്ചിരിക്കണേ. ഈ ക്രിയയുടെ ഈ ഫസ്റ്റ് രൂപം, ഒന്നാമത് രൂപം, അത് ഒരു ടെൻസിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായ? ക്രിയയുടെ ഫസ്റ്റ് രൂപം എന്താണ്? ഒരു ടെൻസിന്റെ അകത്ത്. ഈ രണ്ടാമത്തെ രൂപം, ആ രണ്ടാമത്തെ രൂപവും എന്താണ്? ഒരു ടെൻസിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്, ഒരു ടെൻസിന്റെ അകത്ത്. ഈ മൂന്നാമത്തെ രൂപം അത് 3 ടെൻസിന്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല 8 പാസീവ് വോയിസിനുള്ളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ക്രിയയുടെ ടേക്കൺ, ഗോൺ, ട്രൈഡ് എന്ന് പറയുന്ന ഈ മൂന്നാമത്തെ രൂപം നമ്മുടെ 12 ടെൻസ് പഠിക്കുന്നതിൽ 3 ടെൻസിന്റെ അകത്തും പാസീവ് വോയിസ് 8 ടെൻസിലത് 8 3 11 ടെൻസിന്റെ അകത്ത് ഉള്ളതാണ് ഈ മൂന്നാമൻ. കണ്ട? നമ്മള് ആക്റ്റീവ് വോയിസിനെ പറയട്ടെ. അപ്പൊ ഈ ഒന്നാമൻ ഒരു ടെൻസില്, ഈ രണ്ടാമൻ ഒരു ടെൻസില്, മൂന്നാമൻ 3 ടെൻസില്. ഈ 1ഉം 4ഉം കൂടി കൂട്ടിയിട്ട് ഒരു ടെൻസ്. ഒന്നാമനും 4ആമനും കൂട്ടിയിട്ട് ഒരു ടെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ അയ്യഞ്ചില്ല, അത് 6 ടെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. 6 ടെൻസിൽ. മനസ്സിലായോ? അപ്പൊ 12 ടെൻസുകളിൽ പെട്ട ഒരു ടെൻസില് ഈ ടേക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഒരു ടെൻസില് ടുക്ക് ഉപയോഗിക്കുന്നുണ്ട്, 3 ടെൻസുകളിൽ ടേക്കൺ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പാസീവ് വോയിസിലും ഈ ടേക്കൺ ഉപയോഗിക്കും. പിന്നെ എന്താണ്? ഈ 1ഉം 4ഉം കൂടി, ഈ ടേക്കും ടേക്സും കൂടി 1ഉം 4ഉം കൂടി ഒരു ടെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അയ്യഞ്ചുള്ള രൂപം 6 ടെൻസ് അല്ലാണ്ട് കുട്ടിക്ക് 6, 7, 10, 11, 12. കണ്ട? 12 ടെൻസിൽ ഉപയോഗിക്കുന്നവരാണ് ഈ ആദ്യത്തെ 5 ആള്. നോക്കിയേ, 1, 2, 5, 6, 6ഉം 12. അപ്പൊ ഈ കിടക്കുന്ന 6ആമനോ അതെല്ലാ ടെൻസിലും വരും. ഇവരെ ഞാൻ തരംതിരിച്ച് പറഞ്ഞു. ഈ ആദ്യത്തെ ഈ 5 പേര് കൂടി 12 ടെൻസിൽ വരും. പിന്നെ ഈ 2 ടേക്ക് എന്ന് പറയുന്ന ഇൻഫിനിറ്റീവ് രൂപം എന്താണ്? 12 ടെൻസിലും എന്താണ്? ഇവന് പ്രവേശനം ഉണ്ടെന്ന് അർത്ഥം. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ പഠിക്കാൻ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പറ്റുമോ? ടെൻസ് പഠിക്കാൻ പറ്റും. ഇതെല്ലാം കൂടി നമ്മുടെ ഈ ക്ലാസ് തുടങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ അല്ലെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ എങ്ങനെയുണ്ടാവും? എന്താ? അതാണ് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടാണ് എന്ത് ആർക്കും ഇംഗ്ലീഷ് പുറത്തേക്ക് കിട്ടാത്തതെന്ന് മനസ്സിലായില്ലേ? ഇതൊക്കെ ഇത്രയും കാലം കഴിഞ്ഞ് കുറെ ഓരോ കാര്യങ്ങൾ കുറെ മനസ്സിലായി നമുക്ക് തന്നെ അസ്വസ്ഥത ഉണ്ടാവുകയാണ്. ഇതൊക്കെ ഇനി എങ്ങനെ പഠിക്കാൻ വെച്ചിട്ട് ഇനിയാണ് നോക്കട്ടെ. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ എന്താണ് ഒരു ആശ്വാസം കിട്ടുന്ന കാര്യമാണ് മാഷ് പറയാൻ പോണേ. അതുകൊണ്ട് പറഞ്ഞ ഇന്നത്തെ ക്ലാസ് അവസാനിക്കും കേട്ടോ. ഇവിടെ നോക്കുക, ഒരു ക്രിയയുടെ വീട്ടിലെ ഈ ഒന്നാമൻ, ഈ ഒന്നാമനായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലേ? ഒരു ക്രിയയുടെ വീട്ടിൽ ഇപ്പൊ എത്ര ആളുണ്ട്? ഇവര് 1 ടേക്ക്, ടുക്ക്, ടേക്കൺ, ടേക്സ്, ടേക്കിംഗ്, ടുഡേ 6 പേരുണ്ടല്ലേ? ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും പരിചയമില്ല. ഇപ്പൊ നമ്മളിത് LKG മുതൽ ഇംഗ്ലീഷ് കേട്ടവരും പഠിച്ചവരല്ലേ? ഈ ടേക്കിന്റെ വീട്ടിലെ 6 പേര് നിങ്ങൾക്ക് ഏറ്റവും പരിചയമില്ല. നിങ്ങൾ മനസ്സിൽ പറഞ്ഞേ അതിലെന്താ? ഈ ടേക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ പരിചയപ്പെട്ടാണ് അല്ലേ?
ഒന്നാമനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കുഞ്ഞു ക്ലാസ് പോലെ ഈ ഒന്നാമനെ കുറിച്ച് പഠിച്ചവര്. ഇവിടെ നോക്കിയേ, ഗോ, വെന്റ്, ഗോൺ, ഗോസ്, ഗോയിങ്, ടു ഗോ. ഈ 6 പേര് നിങ്ങൾക്ക് ഏറ്റവും പരിചയമാരാ? ഒന്നാമൻ, ഗോയാണ് നിങ്ങളുടെ പരിചയക്കാരൻ. ഇവിടെ നോക്കിയേ, ക്രൈ, ക്രൈഡ്, ക്രൈഡ്, ക്രൈസ്, ക്രൈങ്, ടു ക്രൈ. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടത് ഏതായിരിക്കും? ക്രൈ ആയിരിക്കും. പിന്നെ ഇതിൽ പിന്നെ കട്ട് ആയിരിക്കും അല്ലേ? അത് തന്നെ 3 ഒരേപോലത്തെ കിടക്കുന്നത്. കട്ട് ആയിരിക്കും. കട്ട്, കട്ട്സ്, കട്ടിങ്, ടു കട്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കട്ട് ആയിരിക്കും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ എന്ത് മനസ്സിലായി? ഒരു ക്രിയയുടെ വീട്ടിലെ ഒന്നാമനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രയും ആശ്വാസമായല്ലോ. ഒരു ക്രിയയുടെ വീട്ടിലെ ഒന്നാമനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒന്നാമന്റെ അറ്റത്ത് യെസ് എന്ന് ചേർത്ത 4-ാമനെ കിട്ടുന്നുണ്ട. നോക്കിയേ, 1ന്റെ അറ്റത്ത് എസ് ചേർത്ത് എന്ത് കിട്ടും? 4. നോക്കിയേ, ടേക്ക്, ടേക്സ്, ജമ്പ്, ജംപ്സ്, സിറ്റ്, സിറ്റ്സ്, സിങ്, സിങ്സ്, റീഡ്, റീഡ്സ്, വാച്ച് അല്ല എന്താണ്, റൈറ്റ്, റൈറ്റ്സ്. 1ന്റെ അറ്റത്ത് എസ് 4 കിട്ടുമല്ലോ, ഉറപ്പല്ലേ? ഇനി നോക്കുക, ചില 1ന്റെ അറ്റത്ത് ES 2 അക്ഷരം ചേർക്കണം. ഗോ, ഗോസ്, റീച്ച്, റീച്ചസ്, വാച്ച്, വാച്ചസ്. അപ്പൊ 1ന്റെ അറ്റത്ത് ES ചേർത്താൽ 4 കിട്ടും. ചില 1ന്റെ അറ്റത്ത് ഈ YS അല്ലേ? ഈ വൈക്ക് പകരം എന്ത് ചെയ്യണം? Y മാറ്റിയിട്ട് IES കിട്ടും, 4 കിട്ടും. അപ്പൊ എന്ത് മനസ്സിലായി? ഒന്നാമത്തെ ക്രിയയുടെ അറ്റത്ത് എസ് ചേർത്താൽ, ചില ക്രിയകളുടെ അറ്റത്ത് ES ചേർത്താൽ, ES ചേർത്താൽ, വൈല അവസാനം ക്രിയ ആണെങ്കിലോ Y മാറ്റിയിട്ട് IES ചേർത്താൽ എന്ത് കിട്ടും? 4-ാമത്തെ കിട്ടും. ഇപ്പോഴാണ് 1ന്റെ അടുത്ത് എസ് ചേർത്താൽ മതി. ഇത് എസ് ചേർക്കണ മോഡലാണ്. ടേക്ക്, ടേക്സ്, ജമ്പ്, ജംപ്സ്, കട്ട്, കട്ട്സ് എന്ന് പറയണം അല്ലേ? 1ന്റെ അറ്റത്ത് എസ് ചേർത്താൽ, 1ന്റെ അറ്റത്ത് ES ചേർത്താൽ, 1ലെ Y മാറ്റിയിട്ട് IES ചേർത്താൽ 4 ഉണ്ടാക്കാം. ഇത് നമുക്ക് ഉണ്ടാക്കിക്കൂടെ? റീഡ്, റീഡ്സ്, റൈറ്റ്, റൈറ്റ്സ്, വാച്ച്, വാച്ചസ്, റിച്ച്, റിച്ചസ്. കണ്ട? ക്രൈ, ക്രൈസ്, ഫ്ലൈ, ഫ്ലൈസ്, ട്രൈ, ട്രൈസ്. അപ്പൊ എന്ത് മനസ്സിലായി? 1 അറിയുന്ന കുട്ടിക്ക് 4 ഉണ്ടാക്കാം. മനസ്സിലായല്ല? ഇനി നോക്കിയേ, ഈ 1ന്റെ അറ്റത്ത് ING ചേർത്താൽ 5 ഉണ്ടാക്കാം. ടേക്ക്, ടേക്കിംഗ്, ഗോ, ഗോയിങ്, ക്രൈ, ക്രൈയിങ്, കട്ട്, കട്ടിംഗ്, സിറ്റ്, സിറ്റിംഗ്, റീഡ്, റീഡിംഗ്, വാച്ച്, വാച്ചിങ്, സ്ലീപ്പ്, സ്ലീപ്പിംഗ്, ഈറ്റ്, ഈറ്റിംഗ്, ഡ്രിങ്കിങ്, ഡ്രിങ്ക്, ഡ്രിങ്കിങ്. കണ്ട? 1 അറിയുന്ന കുട്ടിക്ക് ആര് സഹായിലുണ്ട്? എന്താണ്? 5-ാമത്തെ ഉണ്ടാക്കാം. ടേക്ക്, ടേക്കിംഗ്, റീഡ്, റീഡിങ്. കണ്ട? 1ന്റെ ഫ്രണ്ടില് 2 എന്ന് വെച്ചാൽ 6 ഉണ്ടാക്കാം. ടേക്ക്, ടു ടേക്ക്, ഗോ, ടു ഗോ, ക്രൈ, ടു ക്രൈ, കട്ട്, ടു കട്ട്. കണ്ട? അപ്പൊ ഇത്രയും ഭാഷ എഴുതിയിട്ടാലും നിങ്ങൾക്ക് എളുപ്പത്തിന്റെ വിദ്യാഭ്യാസമല്ല. അപ്പൊ 1 നമുക്ക് എല്ലാവർക്കും പണ്ടേ മുതൽ അറിയാം. 1ന്റെ അറ്റത്ത് എസ്ഒ, ESO, Y മാറ്റി IS ചേർത്താൽ 4 ഉണ്ടാക്കാം. 1ന്റെ അറ്റത്ത് ING ചേർത്താൽ 5 ഉണ്ടാക്കാം. 1ന്റെ ഫ്രണ്ടില് 2 ചേർത്താൽ 6 ഉണ്ടാക്കാം. അപ്പൊ അത്ര ആശ്വാസമായല്ലോ. അല്ല, ഇങ്ങനെ ഐഡിയ കിട്ടണുണ്ടോ? ഇനി നോക്കുക, ഇതൊക്കെ പറഞ്ഞാലും 1ഉം 2ഉം 3ഉം എന്താണ്? വ്യത്യസ്തമായിരിക്കും. പലപ്പോഴും വ്യത്യാസമായിരിക്കും. കണ്ടോ? ടേക്ക്, ടുക്ക്, ടേക്കൺ, ഗോ, ഗുക്ക്, ഗുക്കൻ. അങ്ങനെയാണോ പറഞ്ഞ? ടേക്ക്, ടുക്ക്, ടേക്കൺ, ഗോ, ഗുക്ക്, ഗുക്കൻ അല്ലല്ലോ. കണ്ട? ഗോ, വെന്റ്, ഗോൺ, ക്രൈ, ക്രൈഡ്. ഇത് 2 ഒരേപോലെ ഒന്നും അല്ലേ? കട്ട്, കട്ട്, കട്ട് 3 ഒരേപോലെ. കണ്ട? ക്രിയകളുടെ 1, 2, 3 നമ്മൾ വിചാരിച്ച ആ പരിപാടി നടക്കില്ല. അതുകൊണ്ട് ക്രിയകളുടെ 1, 2, 3 എന്ത് ചെയ്യണം? നമ്മള് എല്ലാവരും എന്ത് ചെയ്യണം? കാണാപാഠം പഠിക്കണം. ക്രിയകളുടെ 1, 2, 3 ബൈ ഹാർട്ട് പഠിക്കുക. 1 അറിയുന്നവർക്ക്
4ഉം 5ഉം 6 ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ 1 അറിഞ്ഞാൽ 4, 5, 6 ഉണ്ടാക്കാം. 1 അറിഞ്ഞതുകൊണ്ട് 2 and 3 ഉണ്ടാക്കാൻ പറ്റില്ല. അതെന്താണ് പറഞ്ഞു പഠിക്കണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ ക്ലാസ് തുടങ്ങി അധികം വൈകാതെ തന്നെ മാഷ് കുറേ 250 മുകളിൽ ക്രിയകളുടെ 1, 2, 3 എഴുതി തന്നിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് കുറെ നാൾ കഴിയുമ്പോൾ മാഷിന് വിശേഷം പറയാം. തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പഠനഭാരം കുറയ്ക്കാൻ വേണ്ടി ഡെയിലി എന്താണ് 10-15 വെച്ച് അന്ന് എന്താണ് മാഷ് എഴുതി കൊടുത്തിരുന്നു. എന്താണ് ടേക്ക് എടുക്കുക, ടുക്ക് എടുത്തു, ടേക്ക് അല്ല അങ്ങനെ ക്രിയകളുടെ 1, 2, 3 നിങ്ങൾക്ക് മാഷ് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യണം, ഇനി ഇംഗ്ലീഷ് ഭാഷ പഠനം മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം ക്രിയകളുടെ അർത്ഥങ്ങൾ അറിയണം എന്ന് മാത്രമല്ല 1, 2, 3 നിർബന്ധമായിട്ട് അറിയണം. അതുകൊണ്ട് നമ്മുടെ പഴയ ക്ലാസ്സുകൾ പഴയ ഏതെങ്കിലും എപ്പിസോഡിൽ 8ാമത്തെ ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം. നിങ്ങൾ പഴയ എപ്പിസോഡ് നോക്കിയിട്ട് എന്ത് ചെയ്യണം, ഓരോ ക്ലാസ്സിലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 15 വാക്കെങ്കിലും ക്രിയകൾ ഓരോ ക്ലാസ്സിലും 15 ക്രിയകൾ എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ആ 15 വാക്ക് വെച്ച് എന്ത് ചെയ്യണം, ഡെയിലി പഠിക്കുക കേട്ടോ. ഇപ്പൊ ജമ്പ് ചാടുക, ജമ്പഡ് ജമ്പഡ്, കിൽ കിൽഡ് കിൽഡ് കണ്ട. അങ്ങനെ എന്താണ് ക്രിയകളുടെ 1, 2, 3 മുൻപ് എഴുതാണ്ട് എത്രയോ മുൻപ് മാഷ് പ്ലാൻ ചെയ്ത് എഴുതി കഴിഞ്ഞില്ലേ. അപ്പൊ ഇംഗ്ലീഷ് ഭാഷ പഠിക്കൽ എളുപ്പമല്ല, അതുകൊണ്ട് കുറേശ്ശെ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് അന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി തുടർന്ന് അങ്ങോട്ട് പഠനം എളുപ്പമാകാനും ടെൻസൊക്കെ വെള്ളം പോലെ അരച്ച് കലക്കി കുടിക്കാനും ക്യാൻ ഫുഡൊക്കെ എന്താണ് നന്നായിട്ട് ഉപയോഗിക്കാൻ എന്ത് ചെയ്യണം, ക്രിയകളുടെ രൂപങ്ങൾ നമ്മൾ അറിയണം. അതുകൊണ്ട് എല്ലാ കുട്ടികളും എന്താണ് ഈ പേരെല്ലാം പറഞ്ഞു പഠിക്കണം. ഇതിന്റെ മലയാളത്തിലുള്ള വ്യത്യാസം എന്താണ് നന്നായി പറഞ്ഞ് മനസ്സിലാക്കണം. അതിലെന്താണ് ക്രിയയുടെ ഈ ഹെഡിങ്ങിലുള്ള പേരുകൾ പഠിക്കുക കേട്ടോ. ക്രിയയുടെ V1, V2, V3 ഇതൊക്കെ എന്താണ് മനസ്സിലാക്കുക. നന്നായിട്ട് എന്ത് ചെയ്യണം, പഠിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഇതാണ് ക്രിയകളുടെ കുടുംബ ചരിത്രം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായ. ഞാൻ പലവിടെ ക്രിയകളുടെ കുടുംബ ചരിത്രം പറയാന്ന് പറഞ്ഞില്ലേ പറഞ്ഞു. ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി എന്താണ് മെയിൻ വെർബ് എന്താണ്, സ്റ്റേറ്റ് വെർബ് എന്താണ്, റെഗുലർ വെർബ് എന്താണ്, ഇറഗുലർ എന്താണ്, അങ്ങനെ അതൊക്കെ പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ ക്യാനിലേക്ക് പ്രവേശിക്കാൻ. ക്യാൻ മുതൽ ഇംഗ്ലീഷ് സൂപ്പറായി. പിന്നെ സൂപ്പർ അല്ല എന്നല്ല. ഓക്കെ.